السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന MGMന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശാന്തിയുടെ ഭവനം, സമാധാനത്തിൻ്റെ ഭവനം എന്നുള്ള വിഷയമാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിശാലമായ ഗഹനമായ പഠനങ്ങൾ വേണ്ട ഒരു വിഷയമാണ്. അത്തരമൊരു വിഷയം ഒരു മണിക്കൂറിനുള്ളിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രയാസങ്ങൾ അവിടെ ഉണ്ട്. വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോവാൻ നമുക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട, നിർബന്ധമായും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ പരാമർശിക്കാതെ പോവാനും കഴിയുന്നതല്ല. അങ്ങനെയുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം ഏറ്റവും പ്രസക്തമായത് എന്ന് തോന്നിയ, എൻ്റെ മനസ്സിൽ തോന്നിയ ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വിഷയത്തിൻ്റെ ഒരു മേഖല നമ്മൾ ഒരാഴ്ച മുമ്പ് ഇതേ വേദിയിൽ വെച്ച് തന്നെ പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. ആ മേഖല ഈ വിഷയത്തിലെ ഏറ്റവും പ്രസക്തമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ ആവർത്തനമാണെങ്കിലും ചില വിഷയങ്ങൾ ഇതിൻ്റെ കൂടെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അറബി ഭാഷയിൽ വീട് എന്ന അർത്ഥത്തിൽ അനേകം പദങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ബൈത്ത് എന്ന പദം സർവ്വസാധാരണയായി നമുക്കൊക്കെ അറിയുന്നതും നമ്മളൊക്കെ പ്രയോഗിക്കുന്നതുമായ ഒരു പദമാണ്. അതേപോലെ ദാർ എന്ന ഒരു പദം പ്രയോഗിക്കാറുണ്ട്. മൻസിൽ എന്ന പദം പ്രയോഗിക്കാറുണ്ട്. സാധാരണയായി ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും ഭാഷാപരമായി വ്യാപകമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഈ പറഞ്ഞ മൂന്നും. ഈ മൂന്ന് പദങ്ങൾക്കും അതിൻ്റെതായ ചില അർത്ഥതലങ്ങളുണ്ട്. ബൈത്ത് എന്ന പദം ബാത്ത യബീതു ബൈതൻ എന്നാണ് അതിന് പറയാം. ബാത്ത എന്ന പദത്തിനർത്ഥം രാത്രി കഴിച്ചുകൂട്ടി എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പകുതി വിശ്രമവും പകുതി അധ്വാനവുമാണ്. ആ അധ്വാനം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വിശ്രമിക്കുന്ന, രാപ്പാർക്കുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് അറബി ഭാഷയിൽ ബൈത്ത് എന്ന പദം പ്രയോഗിച്ചു തുടങ്ങിയത്. രാപ്പാർക്കുന്ന ഇടം. രണ്ടാമത് പറഞ്ഞത് ദാറ് എന്ന പദമാണ്. ദാറ് എന്ന പദം സാധാരണയായി ദാറ യദൂറു എന്ന് പറയാറുണ്ട്. ചുറ്റിക്കറങ്ങി, ഔട്ടിങ്ങിന് പോയി എന്നൊക്കെ അർത്ഥത്തിൽ. അങ്ങനെ ഒരാള് ചുറ്റിക്കറങ്ങി അവസാനം അയാൾ എത്തിച്ചേരുന്ന അയാളുടെ കേന്ദ്രം ദാർ.
നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്താലും, എങ്ങോട്ടൊക്കെ പോയാലും, ഏതൊക്കെ വഴികളിൽ നമ്മൾ സഞ്ചരിച്ചാലും, ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ നമ്മൾ പ്രവാസികളായി ജോലി ചെയ്താലും, അവസാനം നമ്മൾ ചെന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഇടം, നമ്മൾ ചെന്നു ചേരുന്ന ഇടം ദാർ. മൂന്നാമതായി മൻസിൽ എന്ന ഒരു പദമാണ്. നസല യൻസിലു മൻസിലൻ. ഒരു മനുഷ്യൻ ഇറങ്ങി താമസിക്കുന്ന, തൻ്റെ ജീവിതം നിലനിർത്തുന്ന, ഒരു പ്രത്യേകമായി സ്ഥിരതാമസമാക്കുന്ന ഇടം എന്ന അർത്ഥത്തിൽ മൻസിൽ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഞാനിത് പറഞ്ഞത് ഇതൊന്നുമല്ലാത്ത ഒരു പദം വീടിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഹ്രസ്വകാലത്ത് നമ്മൾ താമസിക്കുന്ന, ഒരല്പകാലം നമ്മൾ കഴിയുന്ന നമ്മുടെ ഹോട്ടൽ മുറിയെക്കുറിച്ചോ നമ്മുടെ ഏതെങ്കിലും വില്ലയെക്കുറിച്ചോ ഒന്നുമല്ല. നമ്മൾ ജനിച്ചു വളർന്ന, നമ്മുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു വീടുണ്ട് നമുക്ക്. നമ്മൾ വളരുന്ന ഒരു വീടുണ്ട്. നാമായി മാറിയ, നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മുടെ കൂടെ സഞ്ചരിച്ച ഒരു വീടുണ്ട്. ആ വീട് എന്നുള്ളത് നമ്മുടെ ശരീരത്തെക്കാളേറെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ ആത്മാവുമായിട്ടാണ് അതിന് ബന്ധം. നമ്മുടെ ആത്മമായ വലിയ ഒരു ഹൃദയബന്ധം നമ്മൾ ഉടക്കി നിൽക്കുന്ന ഒന്നുണ്ട്. ആ അർത്ഥത്തിൽ അറബി ഭാഷയിൽ വീടിന് സാധാരണയായി വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പരാമർശിച്ച പദം മസ്കൻ എന്നാണ്. നോക്കണം നിങ്ങൾ ആ പദം, മസ്കൻ. ആ പദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സക്കന യസ്കുനു മസ്കനൻ, സക്കന എന്ന അറബി പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അടങ്ങി, ഒതുങ്ങി, ശാന്തമായി, സ്വസ്ഥമായി എന്നൊക്കെ അർത്ഥം ലഭിക്കുന്ന ഒരു പദമാണത്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ മസ്കൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്ന ഇടം, സമാധാനവും സ്വസ്ഥതയും വേണ്ടുവോളം ലഭിക്കുന്ന ഇടം എന്നുള്ളതാണ് മസ്കൻ എന്ന പദത്തിനർത്ഥം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ പ്രയോഗിച്ചതായി നമുക്ക് കാണാം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ രാപ്പാർപ്പ് നടത്തുന്ന ഇടങ്ങളിൽ, ബുയൂത്ത്, ബൈത്ത്, നിങ്ങളുടെ വീടുകളിൽ, സകനൻ, നിർഭയത്വമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരവസ്ഥയുണ്ടാക്കി. ഇതായിരിക്കണം ഇസ്ലാം കാണുന്ന കൺസെപ്റ്റിലെ ഒരു വീട്. സമാധാനം നൽകുന്നതായിരിക്കണം, ശാന്തി തരുന്നതായിരിക്കണം. ആ വീട്ടിൽ ചെന്നാൽ മനുഷ്യന്റെ, അവന്റെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളുടെ പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളും കാഴ്ചകളുമുള്ള സ്വസ്ഥതയുള്ള ഒരു ഇടമായിരിക്കണം എന്ന് ചുരുക്കം. അറബിയിൽ, ഇംഗ്ലീഷിൽ ഹോം എന്ന് പറയാറുണ്ട്. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം സെക്യൂരിറ്റി ലഭിക്കുന്ന, സുരക്ഷിതത്വം ലഭിക്കുന്ന ഇടം എന്നൊക്കെയാണ് അർത്ഥം. നിർഭയത്വവും സുരക്ഷിതത്വവും ഒക്കെ ലഭിക്കുന്ന ഇടം. ഏതായിരുന്നാലും നമ്മുടെ വീട് എന്നുള്ളത് ആ അർത്ഥത്തിൽ ആണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പദമുണ്ട്, കുടുംബം. കുടുംബം എന്നുള്ളത് എന്താ? നമുക്ക് അതിൻ്റെ ആശയത്തിലേക്ക് വല്ലാതെ ഒന്നും ഇറങ്ങിപ്പോകണ്ട. എല്ലാവരും നമ്മൾ നിരന്തരമായി ഇത്തരം ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നതാണ്. കുടുംബം എന്ന പദം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ് അർത്ഥം. നമുക്കറിയാം, കൂടിച്ചേരുമ്പോൾ ഇമ്പം ഉണ്ടാവണം. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വരുമ്പോൾ, ഉമ്മയും മക്കളും, ഉപ്പയും മക്കളും ഒന്നിച്ചു വരുന്ന സമയത്ത് അവർക്ക് ഇമ്പം തോന്നണം, അവർക്ക് സ്നേഹം തോന്നണം, അവർക്ക് സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ആ വീട് മസ്കൻ എന്ന ആശയതലത്തിൽ പൂർണ്ണമായി വിജയിക്കുക. നമ്മുടെ വീട്ടിൽ സമാധാനം വേണം, ശാന്തി വേണം. നമ്മുടെ കുടുംബങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ള ഇടങ്ങളായി മാറണം. ആർക്കും അതിൽ സംശയമല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ വെച്ചത് തന്നെ. ഈ വിഷയം ഇവിടെ തീരുമാനിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തും അല്ലാതെയും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന, എനിക്ക് അവരെ അറിയില്ല, ഫോൺ ചെയ്തവരുണ്ട്, ഫോൺ ചെയ്യാതെ നേരിട്ട് പറഞ്ഞവരുണ്ട്,
സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരൊക്കെയും പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, വീട് എന്നുള്ളത് ഈ അർത്ഥത്തിലേക്ക് സമാധാനം നൽകുന്ന ഇടങ്ങളായി പൂർണ്ണമായി വരുന്നില്ല. അസ്വസ്ഥതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ അത് നീറിപ്പുകഴിയുന്ന വലിയ പ്രയാസമുണ്ടാക്കുന്ന പ്രതിസന്ധി തങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ട് എന്നുള്ള സൂചനകളാണ്. ഏതായിരുന്നാലും ഈ വിഷയം അത്രമേൽ പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ ഇത് വെച്ചത്. നമ്മൾ കുറേ പ്രസംഗങ്ങൾ അങ്ങനെ കേൾക്കും, പ്രഭാഷകരങ്ങനെ വന്നു പറയും. പ്രഗത്ഭവതികളായ പ്രഭാഷകന്മാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണങ്ങൾ നമ്മൾ അങ്ങനെ കാതുകൊടുത്ത് ശ്രദ്ധിച്ച് കേൾക്കും. എന്നിട്ട് ആ പ്രസംഗത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ ആ പ്രഭാഷകന്റെ സംസാരത്തെക്കുറിച്ച് 1-2 കമന്റുകൾ പാസാക്കി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയാൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ വീട് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് പറഞ്ഞതുപോലെയുള്ള ഒരു ഇടമായി മാറുക എന്നുള്ളതാണ് അതിന് പരിഹാരം. വീട് സമാധാനം ഉണ്ടാവണമെങ്കിൽ, വീട്ടിൽ സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ആനന്ദമുണ്ടാവണമെങ്കിൽ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ വിഷയത്തിലേക്കാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ ഭാഗം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നല്ല സ്വസ്ഥതയുള്ള ഒരു വീട് നിർമ്മിക്കണം, ശാന്തിയുള്ള ഒരു വീട് നിർമ്മിക്കണം. എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? ഒന്നാമത്തെ ചോദ്യമാണ്. നമ്മുടെ വീട്ടിൽ സമാധാനം വേണം. എവിടെ നിന്നാണ് ആ സമാധാനം ഉള്ള വീടിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ടത്? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമുക്ക് എത്ര ഉത്തരം നൽകാൻ കഴിയുമോ, അതിന്റെ ഉത്തരത്തോട് നമുക്ക് എത്ര നീതി പുലർത്താൻ സാധിക്കുന്നുണ്ടോ, അതായിരിക്കും നമ്മുടെ വീട്ടിലെ സമാധാനം. സാധാരണ 2 പഴഞ്ചൊല്ല്, മലയാളത്തിൽ പറയുന്ന 2 പഴഞ്ചൊല്ലുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒന്ന്, വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ സാധാരണയായി കേട്ട മറ്റൊരു ചൊല്ലുണ്ട്, വളം നൽകേണ്ടത് വേരിലാണ്. ഈ 2 ചൊല്ലിൽ അതിനുള്ള ഉത്തരമുണ്ട്. വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളതാണ്. ഒരു തൈ നമ്മൾ അത് ഏതെങ്കിലും ഒരു കാർഷിക നഴ്സറിയിൽ പോയി നമ്മളൊരു തൈ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ മാതൃവൃക്ഷത്തെക്കുറിച്ച് ചോദിക്കും. അത് കായ് നൽകുന്ന, ഫലം നൽകുന്ന രീതിയെക്കുറിച്ച് അറിയും. അതിൻ്റെ ഓരോ സിംബൽസും നമ്മൾ കൃത്യമായി പരിശോധിക്കും. അത് നല്ല തൈയാണോ, അതല്ല നല്ല ഗുണത്തിലുള്ളതാണോ, അതിൻ്റെ വേരും അതിൻ്റെ തണ്ടുമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണോ എന്നുള്ളത് നമ്മൾ ശരിക്കും പരിശോധിക്കും. അതല്ല നമ്മളത് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, എൻ്റെ വീട്ടിൽ നല്ല വളമുണ്ട്, നല്ല മണ്ണുണ്ട്, യഥേഷ്ടം വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ എത്ര മോശപ്പെട്ട തൈയാണെങ്കിലും അതൊക്കെ ഏറ്റവും നല്ല തൈയാക്കി മാറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുത്തു പോരാണോ? കൃഷിയെക്കുറിച്ച് അറിയുന്ന ഒരാൾ അത് ചെയ്യില്ല. അയാൾക്കറിയാം, വളം നൽകിയാലും വെള്ളം നൽകിയാലും ജലസേചനമുണ്ടെങ്കിലും യഥേഷ്ടം നല്ല മണ്ണ്, ഫലപുഷ്ടിയുള്ള മണ്ണ് ലഭിച്ചാലും അത് കുറച്ചൊക്കെ മെച്ചുണ്ടാവും, സ്വാഭാവികമാണ്. നൽകുന്ന വെള്ളവും അതൊക്കെ ഉപകാരപ്പെടും. പക്ഷേ അതിൻ്റെ 100%, അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് അത് ഒരിക്കലും വരൂല. അത് വരണമെങ്കിൽ അത് നല്ലൊരു സസ്യത്തിൻ്റെ കുട്ടിയായിരിക്കണം. ഇതേപോലെ ഹെൽത്തിയായി നല്ല രൂപത്തിൽ കായ്ഫലം നൽകുന്ന ഒന്നായിരിക്കണം. അതിൻ്റെ പുതിയ തലമുറയായിരിക്കണം. ഇത് വളരെ കൃത്യമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. റസൂലിനോട് ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിച്ചു, മൻ അക്രമുൻ നാസി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യതയുള്ളവർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞു, യൂസുഫു നബിയുല്ലാഹ് ഇബ്നു നബിയില്ലാഹ് ഇബ്നി ഖലീലില്ലാഹ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിയുടെ പുത്രനായ, ഇസ്ഹാഖിന്റെ പുത്രനായ, യാക്കൂബിന്റെ പുത്രനായ യൂസുഫ് അലൈഹിസ്സലാം അജ്മഈൻ. യൂസുഫാണ് ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണം, ഞങ്ങൾ ചോദിച്ചു റസൂലേ, ലൈസാൻ ഹാദാ നസ്അലുക്, ഞങ്ങൾക്ക് ഇതല്ല അറിയേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് തിരിച്ചു ചോദിച്ചു, ഫഅൻ മആദിനിൽ അറബ്, അല്ല അറബികളുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ അസുലിനെ കുറിച്ചാണോ, അവരുടെ തറവാടിത്തം എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ അവർ വളർന്നു വന്ന, അവർ ജീവിച്ചു വളർന്നു വന്ന അവരുടെ അസുലിനെ, അതിൻ്റെ അടിത്തറയെക്കുറിച്ചാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? എങ്കിൽ നിങ്ങൾ അറിയുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യതി ഖിയാറുഹും ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലഘട്ടത്തിൽ മാന്യന്മാരാരൊക്കെയാണോ അവരൊക്കെ ഇസ്ലാമിലും മറ്റുള്ളവരെക്കാൾ മാന്യന്മാരായിരിക്കും. നോട്ട് ചെയ്യണം. ജാഹിലിയത്തിൽ ഇസ്ലാം അറിയുന്നതിന് മുമ്പ് തന്നെ മാന്യന്മാരായിട്ട് ആരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ടോ, ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും മറ്റുള്ളവരെക്കാൾ മാന്യന്മാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അസ്ലിയായി മാന്യനായിരുന്നു, സൽസ്വഭാവിയായിരുന്നു. ഇസ്ലാം അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് മുമ്പും അയാൾ മാന്യനായിരുന്നു, വ്യക്തിത്വമുള്ള ആളായിരുന്നു, സൽസ്വഭാവിയായിരുന്നു. ഇസ്ലാം വന്നതോടുകൂടി നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞതുപോലെ പ്രകാശത്തിനുമേൽ പ്രകാശമായി ആ സ്വഭാവം അങ്ങ് ജ്വലിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ്, അമ്പിയാക്കൾ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് ആരാണ് അബൂബക്കർ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിലെ ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലോകം ഉത്തരം നൽകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ എന്നാണ് ഉത്തരം നൽകുക. നമ്മൾ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ട്. പോക്കിരിയായ ഉമർ, ക്രൂരനായ ഉമർ, കണ്ണിൽ ചോരയില്ലാത്ത ഉമർ. സ്വാഭാവികമായും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പം, ഉമർ റളിയല്ലാഹുവിന്റെ ജാഹിലിയത്തിനെ കുറിച്ച് പറയുമ്പം ചില ആളുകൾ അതിരി കവിഞ്ഞു പോകുന്നുണ്ട്. ഒരിക്കൽ ഒരു MGMന്റെ ഒരു സദസ്സിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെന്നപ്പം ഒരു സഹോദരി, അവർ സ്വാഗതമോ ആ തുടക്കത്തിൽ ആമുഖ ഭാഷണമോ എന്തോ നിർവഹിക്കുകയാണ്. ആ സമയത്ത് അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ നീചമായ സ്വഭാവങ്ങൾ, അങ്ങനെ കുറെ പദങ്ങൾ പ്രയോഗിച്ചു. അത് കേട്ടാൽ ഒരാൾക്ക് തോന്നുക ഉമർ എന്ന് പറയുന്ന വ്യക്തി ജാഹിലിയ കാലഘട്ടത്തിൽ വൃത്തികെട്ട, നീചനായ, ദുഷ്ടനായ, കണ്ണിൽ ചോരയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു വൃത്തികെട്ടവൻ. എന്നിട്ട് അവർ പറഞ്ഞു വരുന്നത് ഇസ്ലാം അദ്ദേഹത്തെ ഏറ്റവും സുന്ദരനായ, ഏറ്റവും സുമുഖ സ്വഭാവത്തിന് ഉടമയാക്കി മാറ്റി എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശം നല്ലത് തന്നെ. ആ പറഞ്ഞ കൂട്ടത്തിൽ അവരൊരു പദം, ഒരു കഥ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. നടന്നു പോകുന്ന വഴിയിൽ തൻ്റെ വാളിൻ്റെ മൂർച്ച നോക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ഒട്ടകങ്ങളുടെ കഴുത്ത് വെട്ടിയിരുന്ന ഉമർ എന്നാണ് പ്രയോഗിച്ചത്. ഇത് കേട്ടിട്ടുണ്ടാവും പലരും. നടന്നു പോണ വഴിയിൽ തൻ്റെ വാളിൻ്റെ മൂർച്ച പരിശോധിക്കാൻ വേണ്ടി കഴുത്ത്, സാധാരണയായി നമ്മൾ കേട്ടു വളർന്നതാണ്. യഥാർത്ഥത്തിൽ ആ കഥയ്ക്കൊരു അസുലുമില്ല. അത് അടിസ്ഥാനപരമായി ശരിയായ ഒരു കഥയല്ല. സാധാരണയായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജാഹിലിയത്തിനെ കുറിച്ച് പറയാൻ പലരും അതൊക്കെ പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ വഴികേടിലായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ അസ്ല് നല്ലതായിരുന്നു. ഉമർ പോക്കിരിയായിരുന്നു. പക്ഷെ ഉമറിന്റെ ആ പോക്കിരിത്തം കാണിച്ചത് അക്രമികളോട് മാത്രമാണ്. മല്ലന്മാരോട് മാത്രമേ ഉമർ മല്ലയുദ്ധം നടത്തിയിട്ടുള്ളൂ. എന്തടാ എന്ന് ചോദിച്ചാൽ ആരടാ നീ എന്ന് തിരിച്ചു പറയുന്ന ആളായിരുന്നു ഉമർ. ഉമർ പോക്കിരിയായിരുന്നു റളിയല്ലാഹു അൻഹു. പക്ഷെ ഉമർ മാന്യനായിരുന്നു. തന്നോട് വാളോങ്ങുന്നവരോട് മാത്രമേ വാളോങ്ങുമായിരുന്നു. തന്നെ ആരടാ എന്ന് അഭിസംബോധന ചെയ്താൽ എന്തടാ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആളായിരുന്നു. ദുർബലരായ ആളുകളുടെ മുമ്പിൽ ഒരിക്കലും ഉമർ ദുർബലരായ ആളുകളോട് ആ രൂപത്തിൽ പെരുമാറിയിട്ടില്ല. അസ്ലിയായി നല്ല ആളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം നിങ്ങൾ പരിശോധിച്ച് നോക്കി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുവേ, ഈ രണ്ടുപേരിൽ ഒരാളെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തിയേകണേ നാഥ. ആരാണ് ആ രണ്ടുപേര്? ഒന്ന് അബൂജഹലാണ്, രണ്ട് ഉമർ ഇബ്നുൽ ഖത്താബാണ്. രണ്ടുപേരും ജാഹിലിയത്തിലാണ്. രണ്ടുപേരും ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് ശക്തിയേക്. കാരണം അവർക്ക് ആരെയും കൂസാത്ത സ്വഭാവം ഉണ്ടായിരുന്നു, ആരെയും അവർക്ക് ഭയമില്ലായിരുന്നു, അവർക്ക് പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. അവരിൽ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അത് ഗുണപ്രദമാകുമെന്ന് കണ്ടതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞൊരു പദമുണ്ട്, അഹബ്ബഹുമാ ഇലൈക്. ആ രണ്ടു പേരിൽ പടച്ചവനെ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണോ അയാളെ കൊണ്ട് നീ ശക്തിയേകണേ റബ്ബേ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിലൂടെ അങ്ങനെ നടന്നു പോവാണ്. പോകുന്ന സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ശേഷമാണ്. അബൂജഹൽ തൻ്റെ കുതിരപ്പുറത്ത് അതിലെങ്ങനെ കടന്നു വന്നു. മുഹമ്മദിനെ പിൻപറ്റിയ ഒരു ആട്ടിടയനായ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു അടിമയെപ്പോലെ ഞങ്ങൾ കാണുന്ന ഒരുത്തൻ എന്ന അർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ തൻ്റെ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് ചവിട്ടി താഴെയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറ് കൊണ്ട് അടിച്ചു. വളരെ മോശമായി കുറെ തെറികളും പറഞ്ഞ് അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇതാണ് അബൂജഹൽ. അത് കഴിഞ്ഞപ്പം ആ കാഴ്ച കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ വഴിക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഉമർ ഇത് കണ്ട സമയത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ സ്നേഹത്തോടെ ഒന്ന് നോക്കി. ദുർബലനായ, പലപ്പോഴും ആളുകൾ പരിഹസിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ രണ്ട് കാൽത്തണ്ടകൾ കണ്ടിട്ട്. ആ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ കൈ കൊടുത്തുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ എഴുന്നേൽപ്പിച്ച് ഒരു പുഞ്ചിരി സമ്മാനിച്ച് അങ്ങ് കടന്നുപോയി. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ഇന്നക ലഅഹബ്ബുർ റജുലൈൻ. എനിക്ക് ഉറപ്പുണ്ട് ആ രണ്ട് വ്യക്തികളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയായിരിക്കും. പിന്നെ ഇതേ വാക്ക് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സ്വീകരണത്തിന് വേണ്ടി കാരണമായ വിശുദ്ധ ഖുർആന്റെ പാരായണം തൻ്റെ സഹോദരി ഫാത്തിമയുടെ വീട്ടിൽ അവർക്ക് വേണ്ടി അത് ഓതിക്കൊടുക്കാൻ വേണ്ടി വന്ന സ്വഹാബിയുടെ അടുക്കൽ നിന്നാണ്. ഉമറിൻ്റെ ഈ പ്രതികരണവും ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ വചനങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അവസ്ഥയും കണ്ടപ്പോൾ അവിടെ നിന്ന് ആ സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥന താങ്കളിൽ ഫലിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ ഉമർ റളിയല്ലാഹു എന്ന് പറയുന്ന മനുഷ്യൻ അസ്ലിയായി ഗുണമുള്ള ആളായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം. ജന്മന സൽ സ്വഭാവികളായ ആളുകൾ ദീന ലഭിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഉത്തമരാകും. ഇതാണ് വിത്തുഗുണം 10 ഗുണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ എവിടെയാണ് പരിഹാരം കാണേണ്ടത്? എവിടെ നിന്നാണ് ഉത്തമ കുടുംബത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കേണ്ടത്? വിത്തിൽ നിന്ന് ആരംഭിക്കണം. എന്താണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്? ആരാണ് ഒരു കുടുംബത്തിലെ അടിസ്ഥാനം? ഒരു കുടുംബത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? ആദമിൽ നിന്നാണ്, ഹവ്വയിൽ നിന്നാണ് അലൈഹിസ്സലാം വറളിയല്ലാഹു അൻഹ. നോക്കണേ, ഒരു കുടുംബത്തിൻ്റെ ആരംഭം ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ ഭർത്താവിൽ നിന്നാണ്, ഭാര്യയിൽ നിന്നാണ്. അതിൻ്റെ ഗുണം നമുക്ക് എന്ത് ദീന് നൽകിയാലും ആ ഗുണം ഒരിക്കലും നമുക്ക് ഇല്ലാത്തൊരു ഗുണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ആ രംഗത്ത് ഒന്നിച്ചു ചേരുന്ന രണ്ട് വ്യക്തികൾ വിത്തിനാൽ വളർന്നു വന്ന അന്തരീക്ഷത്താൽ അവർ ഗുണമുള്ളവരാണെങ്കിൽ പിന്നീട് അവർക്ക് മതബോധം ലഭിച്ചാൽ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതമായിരിക്കും. അവിടെ മതമൊന്നുമില്ല, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളൂ, എൻ്റെ കുടുംബം നല്ല മതമുള്ള അന്തരീക്ഷമാണ്, എൻ്റെ ഫാമിലി മതപരമായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്, അവൾ കുറച്ചൊക്കെ വസ്ത്രത്തിലും അവളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിലും അതെൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അത് ഞാനങ്ങ് ശരിയാക്കിക്കൊള്ളും എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗുണത്തിലേക്ക് എത്താൻ കഴിയില്ല. തിരിച്ചും ആ നമ്മുടെ ഫാമിലിക്കനുസരിച്ചുള്ള മതബോധമൊന്നും ഇല്ലാത്തൊരു ചെറുപ്പക്കാരനാണ് അവൻ, എന്നാലും നമ്മുടെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മോൾ ഉഷാറാണ്, അവൾ അവനെ അങ്ങ് കൊണ്ടുവന്നുകൊള്ളും എന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അസുലിയായി ഒരു മനുഷ്യൻ്റെ ഗുണം, ആ മനുഷ്യൻ്റെ ഗുണത്തിലേക്ക് അയാൾക്ക് മാറ്റം ഉണ്ടാവാം,
അതിനർത്ഥം ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല എന്നല്ല, മാറ്റമുണ്ടാകും. ഇസ്ലാം സ്വീകരിച്ച എത്ര പേരുണ്ട്? എല്ലാ സ്വഹാബികളും ഒരേ തട്ടിലാണോ? അല്ല. അവരുടെ കൂട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും ദുഷിച്ചവരായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ മാറിയിട്ടുണ്ട്. പക്ഷേ അവരുടെ തട്ടിനേക്കാൾ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അതുപോലെയുള്ള സ്വഹാബികളുടെ തട്ട് താണിരുന്നു. കാരണം അവർ അസ്ലിയായി നന്മയുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുരുഷനോട് പറയുകയാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലിമാലിഹ, ഒന്ന് ധനം നോക്കിക്കൊണ്ട് വിവാഹം ചെയ്യും. നല്ല തറവാടിത്തമുള്ള കുടുംബമാണ്, പ്രത്യേകിച്ച് വേറെ മക്കളൊന്നുമില്ല, ഒറ്റ പെൺകുട്ടിയാണ് എങ്കിൽ ആ സ്വത്തൊക്കെ തനിക്ക് ലഭിക്കുമല്ലോ എന്ന ആഗ്രഹത്തിൽ ഒരു പെൺകുട്ടി വിവാഹം ചെയ്യപ്പെട്ടേക്കാം. വലി ഹസബിഹ, തറവാടിത്തമുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്, തറവാടിത്തമുള്ള ആളാണ് ഞാൻ. ഒരിക്കൽ ഈ ഒരു ജാഹിലിയത്തിൻ്റെ ഒരു പരമകാഷ്ട എന്നൊക്കെ പറയാം. ഒരിക്കൽ ഇതുപോലെ ബന്ധപ്പെട്ട ഒരു ശരിയല്ലാത്ത ഒരു ബന്ധത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട പഠിക്കുന്ന മുതിർന്ന ഒരു പെൺകുട്ടി, വിവാഹപ്രായമായ കുട്ടിയാണ്. ആ കുട്ടി വഴിവിട്ട ബന്ധങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടപ്പം ആ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു ധരിപ്പിച്ചു. അയാൾ ഒരുപാട് വിഷമത്തിൽ അത് കേട്ടിട്ട് അയാൾ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ഞാൻ എൻ്റെ 1ാമത്തെ മോളെ പറഞ്ഞയച്ചത് ഇന്ന കുടുംബത്തിലേക്കാണ്, 2ാമത്തെ മോളെ ഇന്ന കുടുംബത്തിലേക്കാണ്, 3ാമത്തവളെ ഞാൻ ഇന്ന കുടുംബത്തിലേക്കാണ് പറഞ്ഞയച്ചേ. ഇവൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഇവനുണ്ടല്ലോ, ഒരവക പോലും തറവാടിത്തമില്ലാത്ത ഒരുത്തനാണ്. എന്ത് വന്നാലും ഞാൻ അവന് ഓളെ കൊടുക്കില്ല എന്നാ. അപ്പൊ നോക്കി, അവിടെ വിഷയം എൻ്റെ മകൾ ദീനിനെതിരായി എന്നുള്ളതല്ല, എൻ്റെ മകൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി എന്നുള്ളതല്ല. അവൾ കണ്ടെത്തിയത് തൻ്റെ തറവാടിത്തത്തിന് യോജിക്കാത്ത ഒരുത്തനെയാണ് എന്നുള്ളതാണ് ആ പിതാവിന് വലിയ പ്രശ്നമായി തോന്നിയത്. ഞാനിത് പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലി ഹസബിഹ, തറവാടിത്തത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെട്ടേക്കാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലി ജമാലിഹ, സൗന്ദര്യം നോക്കിക്കൊണ്ട് വിവാഹം ചെയ്യപ്പെട്ടേക്കാം. ഒരാൾ വിവാഹം ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത് വലി ജമാലിഹ, സൗന്ദര്യത്തിന് വേണ്ടിയാകാം, തറവാടിത്തത്തിന് വേണ്ടിയാകാം, അവളുടെ സമ്പത്ത് കണ്ടിട്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4ാമതായി പറഞ്ഞു, വലി ദീനിഹ, അവളുടെ മതം കണ്ടിട്ടാവാം. ദീന്, സ്വഭാവം, ഖുലുഖ്, സൽസ്വഭാവം, വ്യക്തിത്വം എല്ലാം അതിൽ പെട്ടു. ദീന്, പടച്ചവനെ പേടി എല്ലാം അതിൽ പെട്ടു. വ്യക്തിത്വം കണ്ട് ഒരു പെൺകുട്ടിയുടെ സൽസ്വഭാവം കണ്ടിട്ടാവാം വിവാഹം ചെയ്യുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്ക് നോക്കൂ, ഫൽഫർ ബിദാത്തി ദീൻ തരിബത്തി യദാക്, നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും ശരി, നീ മതബോധമുള്ള ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് പ്രാധാന്യം നൽകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരുണ്ട് ഈ യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയ നമ്മുടെ കൂട്ടത്തിൽ? എത്ര പേരുണ്ട് ആ പറഞ്ഞ പ്രവാചകന്റെ വചനത്തിന്റെ അർത്ഥങ്ങൾ പിന്നീട് മനസ്സിലാക്കിയത്? ഒരുപാട് വൈകിപ്പോയി എന്ന് തിരിച്ചറിയുന്നവരായ ആളുകൾ. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള ഒരുത്തിയെ നീ വിവാഹം കഴിച്ചാൽ അത് നിന്റെ തരിബത്തിയതാ. ഒരു പക്ഷെ നിനക്ക് സൗന്ദര്യം നഷ്ടപ്പെട്ടേക്കാം, തറവാടിത്തം നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെട്ടേക്കാം. അതൊന്നും ഒരു വിഷയമല്ല. സ്വഭാവശുദ്ധിയുള്ളവളായ ഒരു ഭാര്യയാണ് നീ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞത്, അദ്ദുനിയ മതാ വ ഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ. ദുനിയാവെന്ന് പറഞ്ഞാൽ വിഭവാണ്, അല്ലേ? ദുനിയാവെന്ന് പറഞ്ഞ ഒരു വിഭവാണ്, ആസ്വാദനമാണ്, കളിചിരികളാണ്, വിനോദങ്ങളാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മതാ എന്താണെന്ന് അറിയുമോ? അൽ മർഅതു സ്വാലിഹ, സദ്വൃത്തയായ ഒരു സ്ത്രീ. അതിനേക്കാൾ ഉത്തമമായ ഒന്നും ഈ ദുനിയാവിൽ ഒരാൾ നേടൂല. എത്രത്തോളം ഉന്നതമായിക്കൊണ്ടാണ് ഇസ്ലാം സ്ത്രീയെ കാണുന്നത്, അവളുടെ സൽസ്വഭാവത്തെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു പിതാവ് മകനെക്കുറിച്ച് പരാതി പറയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് വന്നു. അദ്ദേഹം ഖലീഫയാണ്.
പരാതി എന്താണ്? നമ്മളൊക്കെ പറയുന്ന പരാതിയാണ്. മകൻ പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരണക്കേടാണ്, നേർവഴിക്ക് നടക്കുന്നില്ല, ദുസ്വഭാവങ്ങളുണ്ട്, ഇങ്ങനെ അനവധി പരാതികളുടെ ഒരു ഭാണ്ഡക്കെട്ടങ്ങ് അടിച്ചു വെച്ചു ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ. ഉമർ റളിയല്ലാഹു ഒക്കെ കേട്ടു. ഉമർ റളിയല്ലാഹു കേവലം ഒരു ഭരണാധികാരി മാത്രമല്ലല്ലോ, അദ്ദേഹം സ്വാഭാവികമായും ആ പിതാവിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് മകനെ ഉപദേശിക്കാൻ തീരുമാനിച്ചു. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ മകനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ മകനോട് ചോദിച്ചു, നിന്റെ പിതാവ് നിന്നെക്കുറിച്ച് കുറേ പരാതികളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇന്നതൊക്കെയാണ് പരാതി, നീ എന്തേ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ കുട്ടി ഈ പിതാവിനോട് ഒരു കുട്ടിക്കുള്ള ബാധ്യതയുടെ മുഴുവൻ സംസാരങ്ങളും കേട്ട ശേഷം ആ കുട്ടി ഇതൊക്കെ കേട്ടിട്ട് സാഗൂതം ശ്രദ്ധിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അലൈസ ലിൽ വാലിദി ഹുഖൂഖുൻ അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ വാലിദി. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഒരു കുഞ്ഞ് പിതാവിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പോലെ, ഒരു മകൻ മകള് മാതാപിതാക്കൾക്ക് നൽകേണ്ട ഉത്തരവാദിത്തം പോലെ ഒരു മകനോട് ഒരു പിതാവ് ഇസ്ലാമികമായി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കേണ്ടതില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, തീർച്ചയായും, ഒരിക്കലുമില്ല, സംശയമല്ല, ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ആ കുട്ടി തിരിച്ചു ചോദിച്ചു, വമാ ഹിയ യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് അമീറുൽ മുഅ്മിനീൻ ആ ബാധ്യത, അങ്ങൊന്ന് പറയണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ എണ്ണി പറഞ്ഞു, അയ്യൻതഖിയ ഉമ്മഹ്, നോക്കണേ, അയ്യൻതഖിയ ഉമ്മഹ്. ഇൻതഖാ എന്ന അറബി പദത്തിന് അർത്ഥം ചൂസ് ചെയ്യുന്ന. അങ്ങനെ ചൂസ് ചെയ്യല്, ഒരു കൂട്ടം കളറുള്ള ഡ്രസ്സുകൾ, ഒരേ രൂപത്തിലുള്ള ഡ്രസ്സുകൾ നമ്മൾ മുമ്പിലിട്ടു, നമ്മൾ എന്തൊക്കെ നോക്കും? അതിൻ്റെ കളർ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവണം, സൈസ് നോക്കും, ബാക്കി കാര്യങ്ങൾ നോക്കും, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കും. അങ്ങനെ നമ്മൾ ഒന്നൊന്നൊന്നായി ഇങ്ങനെ മാറ്റി 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 അതിൽ ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത് ഇങ്ങനെ തിരഞ്ഞെടുക്കുക. അതാണല്ലോ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇൻതഖ എന്ന് പറഞ്ഞതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നോക്കി, അൻ യൻതഖിയ ഉമ്മ, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അള്ള എനിക്ക് സന്താനങ്ങൾ നൽകുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് സന്താനമായി എൻ്റെ കുട്ടി വരുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഏത് ഉമ്മയെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. നോക്കണം, നിങ്ങൾ വിവാഹം കഴിക്കുന്ന മുമ്പ് ഒരു ചെറുപ്പക്കാരൻ തീരുമാനിക്കണം, നാളെ എൻ്റെ രക്തത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഉമ്മയാകാൻ യോഗ്യതയുള്ളവളാകണം ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീ. അയ്യൻതഖിയ ഉമ്മ. രണ്ടാമതോ വഅൻ യുഹ്സിന ഇസ്മഹ്, നല്ല പേരിടണം. നല്ല പേരിടുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെ മക്കളെ വളരെ മോശം, അപകർഷതാബോധം ഉണ്ടാകുന്ന, അവരെ കൊച്ചാക്കുന്ന ചില പേരുകളൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അൻതറബ്തു ഇബ്നു ഷദ്ദാദ്, പ്രഗത്ഭനായ സബഉൽ മുഅല്ലഖാത്തിൽപ്പെട്ട കവിതകളിൽ ഒരു കവിതയുടെ ഉടമയായ പ്രഗത്ഭനായ അറബി കവിയാണ് അൻതറബ്തു ഇബ്നു ഷദ്ദാദ്. അടിമയായി ജീവിച്ചയാളാണ്, പിന്നീട് സ്വതന്ത്രനായി. അൻതറയുടെ പേരിനർത്ഥം തടിച്ച നീലക്കളറുള്ള ഈച്ച എന്നാണ്. ആ മകനെ പ്രസവിച്ചപ്പോൾ ആ ഉമ്മ ഉണ്ടായ പ്രയാസത്തിലും അൻതറയുടെ ഉമ്മാക്കുണ്ടായ പ്രതിസന്ധിയിലുമൊക്കെ അങ്ങനെ ഇട്ട ആ മനോവിഷമത്തിലിട്ടൊരു പേരാണ്. അതേപോലെ പേരിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മൂന്നാമത് എന്താണ്? മൂന്നാമതോ വയുഅല്ലിമഹുൽ കിതാബ്. അൽ കിതാബ്, അൽ കിതാബ്, അൽ കിതാബ്. തൻ്റെ മകന് മകൾക്ക് ദീന് നൽകണം, മതം പഠിപ്പിക്കണം, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം, പ്രവാചകന്റെ വചനം പഠിപ്പിക്കണം. ഇത് മൂന്ന് പറഞ്ഞു. മൂന്നെണ്ണേ. ഒന്ന് ഇന്തിഖാഉൽ ഉമ്മ, ഉമ്മയെ തിരഞ്ഞെടുക്കൽ. രണ്ടാമത്തതോ തഹ്സീനുൽ ഇസ്മ, പേര് നന്നാക്കണം. മൂന്നാമത്തത് തഅലീമുൽ കിതാബ്, വേദഗ്രന്ഥം പഠിപ്പിക്കണം. ഇത് മൂന്നും കേട്ടപ്പോൾ ആ കുട്ടി തിരിച്ചു പറഞ്ഞു, അമ്മാ ഹാദാ, എന്നാ കേട്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇന്നഹു ലം യഫ്അൽ ഷൈഅ, എൻ്റെ വാപ്പനോട് ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് തൻ്റെ ഉമ്മയെക്കുറിച്ച് ആ വ്യക്തി അവിടെ സംസാരിച്ചു. എൻ്റെ ഉമ്മ ഒട്ടും മാന്യതയില്ലാത്ത, സൽസ്വഭാവമില്ലാത്ത ഒരു പെണ്ണാണ്. അവരുടെ സൗന്ദര്യം മാത്രമാണ് എൻ്റെ പിതാവ് പരിഗണിച്ചത്. എനിക്ക് എൻ്റെ ഉമ്മ, എൻ്റെ പിതാവ് എന്നെ വിളിക്കുന്ന പേരെന്തെന്ന് അറിയുമോ അമീറുൽ മുഅ്മിനീൻ? ജുഅൽ എന്നാണ്. ജുഅൽ എന്ന് പറഞ്ഞാൽ വണ്ടെന്നാണ്. ആത്മാഭിമാനം തോന്നുന്ന രൂപത്തിൽ അവരെന്നെ അഭിസംബോധന പോലും ചെയ്തിട്ടില്ല. മൂന്നാമതായി വലം യുഅല്ലിംനി മിനൽ കിതാബി ഷൈഅ, നിങ്ങൾ ഈ പറഞ്ഞ ഖുർആനിൽ നിന്ന് ഒന്നും എന്നെ എൻ്റെ പിതാവോ എൻ്റെ മാതാവോ എന്നെ പഠിപ്പിച്ചിട്ടില്ല.
ഇത് കേട്ട സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ബാപ്പാൻ അങ്ങനെ നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മകൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമ്മളുടെ മകളുടെ മുമ്പിലാണ് നമ്മൾ അത്തരം ഒരു സന്ദർഭത്തിന് വിധേയമാകുന്നതെങ്കിൽ, ആ പിതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അജിഅത തശ്കു അൻ ഉഖൂഖി ഇബ്നിക്, നീ നിന്റെ മകൻ അനുസരണക്കേട് കാണിക്കുന്നു എന്ന് പറയാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നതാണോ? വഖദ് അഖഖ്തഹു ഖബ്ല അൻ യഉഖക വഅസഅത ഇലൈഹി ഖബ്ല അൻ യുസിഅ ഇലൈക്, നിന്നോട് അവർ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് നീയാണ് നിന്റെ മകനോട് അനുസരണക്കേട് കാണിച്ചത്. നിന്റെ മകൻ നിന്നോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീയാണ് നിന്റെ മകനോട് മോശമായി പെരുമാറിയത്. ഇത് ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ നമുക്ക് നൽകുന്ന ഒരു സംഭവമാണ്. ആ വിഷയത്തിൻ്റെ ഗൗരവം അതിലുണ്ട്. നമ്മുടെ മക്കൾ നമ്മോട് അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും നാം അവരോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നാം അവരോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ സംഭവിക്കുന്നല്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നല്ലൊരു പിതാവായിരുന്നു, നല്ലൊരു പാരന്റിങ് കുട്ടിക്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ കുഞ്ഞ് നേർവഴിക്ക് നടന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. യാ ബുനയ്യ അർകബ് മഅനാ, മോനെ, എൻ്റെ മോനെ ഈ കപ്പലിൽ കയറി വാപ്പ പറയുന്നത് കേട്ട് പോരടാ എന്ന് പറഞ്ഞപ്പോ സാവീല ജബലിൻ, ഞാൻ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ പോയി രക്ഷപ്പെട്ടോളാം, എനിക്ക് നിങ്ങളുടെ കപ്പൽ വേണ്ട എന്ന് പറഞ്ഞ് ആ ജലപ്രളയത്തിൽ മുങ്ങി മരിച്ച ആ മകന് നല്ലൊരു പിതാവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് തോന്നണ്ട, ഞാൻ നല്ലൊരു പാരന്റിങ് കൊടുത്തിട്ടുണ്ട്, നല്ല നിലക്ക് കുട്ടികളോട് പെരുമാറിയിട്ടുണ്ട്, നന്നായി ദീന് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും എൻ്റെ കുഞ്ഞ്, അത് പടച്ചോന്റെ തൗഫീഖാണ്. പക്ഷെ ബഹുഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഈ പാരന്റിങ്ങോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പഠനമോ സന്താനങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഉമ്മാക്ക് വീഴ്ച വരുന്നു, ഉപ്പാക്ക് വീഴ്ച വരുന്നു. അതെന്തുകൊണ്ടാണ് വീഴ്ച വരുന്നത്? അവരങ്ങനെയല്ല വളർന്നത്, അവരിതൊന്നും അറിഞ്ഞവരല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇനി ഇത് സ്ത്രീയെ കുറിച്ചാണല്ലോ പറഞ്ഞു. പുരുഷന്റെ വിഷയത്തിൽ ഒരു സ്ത്രീ സ്വീകരിക്കേണ്ട സമീപനം എന്താ? ഒരാൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ അയാളെക്കുറിച്ച് എന്താണ് ഒരു സ്ത്രീയുടെ സമീപനം? ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ വലിയാകുന്ന രക്ഷാധികാരിയുടെ സമീപനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു, നിങ്ങളിലേക്ക് മതബോധമുള്ള, നിങ്ങൾ സ്വഭാവം ഇഷ്ടപ്പെടുന്ന സദ്വൃത്തനായ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മകളെ കല്യാണം ആലോചിച്ചു വന്നാൽ ഫസവ്വിജൂഹു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? ഇല്ലാ തഫഅലു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നാട്ടിൽ ഫസാദ് ഉണ്ടാകും, കുഴപ്പമുണ്ടാകും. ഫിത്നതുൻ, ഫിത്ന ഉണ്ടാകും. വഫസാദുൻ അരീദ്, എന്താ ഫസാദുൻ അരീദ് എന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്ത്? ദീനുള്ള മകൻ വന്നിട്ട്, ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് മോളെ കെട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ദീനുള്ളവർക്ക് മക്കളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകളെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് എത്ര പേര് കടന്നു വന്നു. നമ്മൾ എന്തൊക്കെ നോക്കി? തറവാടിത്തം നോക്കി, സർക്കാർ ജോലി ഉണ്ടോ എന്ന് നോക്കി, വലിയ ശമ്പളമുണ്ടോ എന്ന് നോക്കി, തറവാടിത്തമുണ്ടോ എന്ന് നോക്കി, പേരും പ്രശസ്തിയും ഉണ്ടോ എന്ന് നോക്കി, തൻ്റെ മകളെയും കൊണ്ടുപോവാൻ ഒരു കാറുണ്ടോ എന്ന് നമ്മൾ നോക്കി, ഒക്കെ നോക്കി. നമ്മൾ അന്വേഷിച്ചില്ല അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ, അവൻ പള്ളിയിലുണ്ടോ, അവൻ നാട്ടിൽ സമൂഹത്തിൽ സൽപ്പേരുള്ളവനാണോ, ആളുകൾക്കിടയിൽ നന്മ ചെയ്യാൻ മുമ്പിലുള്ളവനാണോ. ഇതൊന്നും നമ്മൾ നോക്കിയില്ല. ഇതൊന്നും നോക്കാതെ നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പെൺകുട്ടിയെ നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിച്ചു കൊടുത്തു. പിന്നീട് തൻ്റെ കുട്ടിയെയും തൻ്റെ കുടുംബത്തെയും കുറിച്ച് വിലപിച്ചിട്ട് എന്ത് കാര്യമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നമ്മൾ അടിവരയിടണം. ദീനുള്ളവർക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്. ദീനുള്ളവനാണ് തന്നെ വിവാഹം കഴിക്കാൻ വരുന്നത്, സൽസ്വഭാവിയാണ്. എന്താ അറിയോ, വലിയ ഈ കല്യാണം എന്ന് പറയുന്ന ഈ പൊലിമയും സൗന്ദര്യവും
സൗന്ദര്യവും ഒക്കെ ഒരല്പകാലം മാത്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനായ വ്യക്തിയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടി, ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാൺകുട്ടി, അങ്ങനെ ഒരു വിവാഹം നടന്നു എന്ന് വിചാരിക്കുക. ആ സൗന്ദര്യത്തിന് കേവല ദിവസങ്ങളുടെ മാത്രം ആയുസ്സേ ഉള്ളൂ. കേവല ദിവസം മാത്രം ആയുസ്സേ ഉള്ളൂ. മലയാളത്തിലെ പ്രവാസികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടാത്തൊരു കവിയുണ്ടല്ലോ. പ്രവാസ ലോകത്തെയും പ്രവാസ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും ഒക്കെ കുറിച്ച് പാടിയ ആ വ്യക്തി ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, സെ ജമീൽ എന്ന് പറയുന്ന. വിവാഹം കഴിക്കുന്ന നാളുകളിൽ തുടക്കത്തിൽ തൻ്റെ ഭാര്യ ഏറ്റവും സുന്ദരി എന്നാണ് ഇത് മറ്റോ പ്രയോഗിച്ചത്. പിന്നെ വിവാഹം കഴിഞ്ഞാലോ ലോകത്തുള്ള എല്ലാവരും സുന്ദരി, തൻ്റെ ഭാര്യ മാത്രമല്ല, തൻ്റെ ഭാര്യ അല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ സുന്ദരി എന്നാണ്. യഥാർത്ഥത്തിൽ ഞാനിത് പറഞ്ഞത് സൗന്ദര്യമെന്നുള്ളത് അത്രയേ ഉള്ളൂ. ഏറ്റവും സുന്ദരിയായ ഭാര്യയുള്ള ഒരു വ്യക്തി നിങ്ങൾ വിചാരിക്കും, അതേപോലെ അയാൾക്ക് സൗന്ദര്യത്തിലൊന്നും വലിയ പ്രശസ്തിയൊന്നുമില്ലാത്ത, വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത സൽസ്വഭാവിയായ ഒരു സ്ത്രീ മറ്റൊരു ഭാര്യയുണ്ടെന്ന് വിചാരിക്കാം. അയാൾ ആഗ്രഹിക്കുന്നത്, അയാൾ ഇഷ്ടപ്പെടുന്നത്, അയാൾ കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അയാൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഈ സൽസ്വഭാവിയായ പെണ്ണിനെയായിരിക്കും. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു ഡോക്ടർ, ഇത്തരം കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി, അവരുടെ അനുഭവം ഒരിക്കൽ ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ചു വന്നത് ഓർമ്മയുണ്ട്. ഒരു വ്യക്തി, അയാൾ ആദ്യം വിവാഹം കഴിച്ചൊരു സ്ത്രീ, അവർ നിറമുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. രണ്ടാമത് അവർ മറ്റൊരു വിവാഹം കഴിച്ചു. അത് അത്ഭുതകരമെന്ന് പറയട്ടെ, അയാൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഒട്ടും നിറമില്ലാത്ത, പിന്നെ എന്താ പറയുക, കറുത്ത വർഗക്കാരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു രണ്ടാമത്. എന്നിട്ട് ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞു പോയതാണ്. തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകലുന്നു, തൻ്റെ ഭർത്താവ് തന്നെ ആളുകൾക്ക് മുമ്പിലേക്ക് എന്നെയാണ് കൊണ്ടുപോവുക. ഇതൊരു അനുഭവം, ഒരു അനുഭവമാണ് ഞങ്ങളോട് പറയുന്നത്, ഒരു സാങ്കല്പിക കഥയല്ല. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ അനുഭവിച്ച, ഒരു പുരുഷൻ അനുഭവിച്ച ഒരു കഥയാണ്. കല്യാണങ്ങളിൽ, സദസ്സുകളിൽ, ഇതുപോലെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ തൻ്റെ ഭാര്യയായി ഇയാൾ പരിചയപ്പെടുത്തുന്നത് ഈ ആദ്യം വിവാഹം കഴിച്ച ഈ സമൂഹത്തിൻ്റെ സൗന്ദര്യബോധത്തിനൊത്ത ഈ സ്ത്രീയാണ്. എന്നാൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതും അദ്ദേഹത്തിന് കൂടുതൽ ആവശ്യമുള്ളതും രണ്ടാമത്തെ ഭാര്യയാണ്. എന്നിട്ട് ആ ഡോക്ടർ അത് പറഞ്ഞു വന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യബോധം സമൂഹ നിർമ്മിതിയായ ഒരു സൗന്ദര്യബോധമല്ല. നമ്മുടെ സമൂഹത്തിനാണല്ലോ സൗന്ദര്യം എന്ന് പറയുന്ന നിറമാണ്, ഇന്ന നിറമുണ്ടെങ്കിലേ സൗന്ദര്യമുള്ളൂ, നിറമില്ലെങ്കിൽ എത്ര സൗന്ദര്യം ഉണ്ടായാലും അത് സൗന്ദര്യമായി പരിഗണിക്കില്ല. അപ്പോൾ സമൂഹ സൃഷ്ടിയിൽ അയാൾ നിർബന്ധിതനായി വിവാഹം കഴിച്ചതാണ് ആദ്യത്തെ പെണ്ണിനെ. അയാൾ സമൂഹത്തിൻ്റെ കണ്ണിലെ സൗന്ദര്യം മാത്രമാണ് നോക്കിയത്. രണ്ടാമതാണ് അയാൾ സ്വന്തത്തിന് വേണ്ടി വിവാഹം കഴിച്ച പെണ്ണ്. ആ ഡോക്ടർ പറഞ്ഞ ആ പദാണ്. രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയാണ് അയാൾ സ്വമേധയാ മറ്റാരും ഇടപെടാതെ തൻ്റെ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്ത പെണ്ണ്. സൗന്ദര്യം എത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ സുഗന്ധം, സൗന്ദര്യമെന്ന് പറയുന്നത് സൽസ്വഭാവിയായ ഒരു ഭർത്താവാണ്, സൽസ്വഭാവമുള്ള ഒരു ഭാര്യയാണ്. അങ്ങനെ ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഭർത്താവുണ്ടെങ്കിൽ അയാളുടെ സാന്നിധ്യം ആഗ്രഹിക്കും, അയാളുടെ കൂടെ ചിലവഴിക്കാൻ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ പിന്നെ നമുക്കറിയാലോ, ജോർജ് ബെർണാഡ് ഷാ എന്ന് പറയുന്ന പ്രഗത്ഭനായ നോബൽ പ്രൈസും അതേപോലെ തന്നെ ഓസ്കാർ അവാർഡും രണ്ടും കൂടി ഒന്നിച്ച് ലഭിച്ച ഏക വ്യക്തിയാണ് അദ്ദേഹം. പ്രഗത്ഭനാണ്, ഒരുപാട് രചനകൾ നിർവഹിച്ചിട്ടുണ്ട്, ഭയങ്കര ബുദ്ധികൂർമ്മതയുള്ള വ്യക്തിയാണ്. ഇസ്ലാമിനെ കുറിച്ചൊക്കെ കുറച്ച് ആയത്തിൽ പഠിക്കുക ചെയ്ത ആളാണ്. അയാൾ മുസ്ലിം ആയിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ, ഇസ്ലാം എന്താ നിങ്ങൾ സ്വീകരിക്കാത്തത്? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഇസ്ലാമിനെ കുറിച്ചാണ് എന്നാണ്. അതിലെല്ലാം ഉണ്ട്, ആലോചിച്ച് നോക്കേ. മുസ്ലിങ്ങളെ കുറിച്ചല്ല ഞാൻ പുകഴ്ത്തി പറഞ്ഞത്, ഇസ്ലാമിനെ കുറിച്ചാണ്. നർമ്മം കലർന്ന മറുപടി നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അതീവ സുന്ദരിയായ
പ്രശസ്തയായ ഒരു സിനിമാ നടി വിവാഹം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇത്ര പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ നിറമുള്ള സൗന്ദര്യമുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം. എന്നിട്ടും ആ പെണ്ണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാവാം, അദ്ദേഹത്തിൻ്റെ കഴിവുകളാവാം. എന്നിട്ട് സുന്ദരിയായ ഈ സിനിമാ നടി വന്നിട്ട് ബെർണാഡ് ഷേയോട് പറഞ്ഞു, നമുക്ക് വിവാഹം കഴിച്ചുകൂടെ? അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ എന്തുണ്ടാകും? എൻ്റെ വശ്യമായ സൗന്ദര്യമുള്ള, നിങ്ങളുടെ അതിശക്തമായ അതികൂർമ്മതയുള്ള ബുദ്ധിയുള്ള ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചാൽ അവൻ ഈ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയായി മാറൂലേ? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ബെർണാഡ് ഷേ തിരിച്ചു പറഞ്ഞു, സംഭവം ശരിയാണ് നീ പറഞ്ഞത്, അതൊരു വലിയ അത്ഭുതമായിരിക്കും. നിന്റെ സൗന്ദര്യവും എൻ്റെ ബുദ്ധികൂർമ്മതയുമുള്ള ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ ലോകപ്രശസ്തനാകും. പക്ഷെ അഥവാ നിന്റെ സ്വഭാവവും എൻ്റെ രൂപവുമാണ് അയാൾക്ക് കിട്ടുന്നത്, ആ കുട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ അവൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നികൃഷ്ടനായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പദ്ധതി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറയുന്നത് നോക്കി, ഇവിടെ നമ്മൾ എല്ലാവരും തിരിച്ചറിയണം, കുടുംബം എന്ന് പറയുന്നത് അവിടെ ഉത്തരവാദിത്തമുണ്ട്, മസ്ഊലി എന്ന് പറയാം, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബോണ്ടിങ് ഉണ്ട്, പരസ്പരം കരാറുകളുണ്ട്, പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്, ഇൽത്തിസാം, ഇഖ്ലാസ്, ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഒരു കുടുംബം. നോക്കണേ, പ്രതിബദ്ധത ഉണ്ടാവണം, വിശ്വസ്തത ഉണ്ടാകണം, ത്യാഗം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം, പരസ്പരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്ത ബോധമുണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു കുടുംബം ജനിക്കുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിന് നിലനിൽക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം തന്നെ വെച്ചത്. വിവാഹം പോലും ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമല്ലേ? പരസ്പരം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കാതെ, നമ്മുടെ ചെറുപ്പക്കാരികളൊക്കെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയ വസ്തുതയല്ലേ സ്നേഹമെന്ന് പറഞ്ഞാൽ. പ്രപഞ്ചത്തിൽ സ്നേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിൽ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പ്രവാചകൻ വളരെ റൊമാൻറ്റിക്കായിരുന്നു. പ്രവാചകൻ അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള, സ്നേഹമുള്ള, സ്വഭാവമുള്ള, സ്ത്രീയെ അറിയുന്ന, എന്തൊക്കെ നന്മയായി നിങ്ങൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞോ അതൊക്കെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തെ അംഗീകരിച്ചൊരു വ്യക്തിയായിരുന്നു. സ്നേഹത്തെ മറ്റെല്ലാവരെക്കാളും ആഴത്തിൽ സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞൊരു വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളങ്കമില്ലാത്ത സ്നേഹത്തെയാണ് ഇഷ്ടപ്പെട്ടത്. വഞ്ചനയില്ലാത്ത സ്നേഹത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കാണിച്ചു കൊടുത്തതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിൽ ബരീറ, മുഗീസ് എന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. രണ്ടുപേരും അടിമകളാണ്. ബരീറ പേര് കേട്ടറിയല്ലോ, പെണ്ണാണ്. മുഗീസ് ഒരാണാണ്. രണ്ടുപേരും അടിമകളായി ഒരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന രണ്ട് മുസ്ലിം അടിമകളായിരുന്നു. ഇസ്ലാമിക നിയമപ്രകാരം രണ്ടുപേരും വിവാഹിതരുമാണ്, ഭാര്യയും ഭർത്താവുമാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഭാര്യയും ഭർത്താവുമായി ഇരിക്കുന്ന അടിമകളിൽ ആരെങ്കിലും ഒരാൾ സ്വതന്ത്രനായാൽ, അടിമത്ത മോചനം ലഭിച്ചാൽ, അയാൾക്ക് തീരുമാനിക്കാം ആ വൈവാഹിക ബന്ധം തുടർന്നു പോവണോ അതല്ല അവസാനിപ്പിക്കണം. കാരണം എന്താ? ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓർക്കണം, ആ സാമൂഹിക സാഹചര്യം നമ്മൾ ഓർക്കണം. ഒരിക്കലും ഒരു അടിമയും സ്വതന്ത്രനുമായ ഒരാൾക്ക് രണ്ടുപേർക്ക് വൈവാഹിക ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ പെണ്ണിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇവൻ്റെ ഉത്തരവാദിത്തം മുഴുവനും ഒരു യജമാനനുണ്ട്. തൻ്റെ ഭാര്യ ഭർത്താവ് എന്ന രൂപത്തിലുള്ള ഒരു വൈവാഹിക ബന്ധം അവിടെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആരാണോ സ്വതന്ത്രനാകുന്നത് അവർക്ക് തീരുമാനിക്കാം ആ ബന്ധം തുടരണോ അതല്ല. തൻ്റെ വിവാഹം അതിൽ നിന്ന് സ്വതന്ത്രനാകുന്നത് ഭർത്താവാണെങ്കിൽ ഭർത്താവിന് ഭാര്യയെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ഒന്നിച്ചു പോവാം. അതല്ലാതെ കഴിയില്ല, തന്നെ അവളെ വിലക്ക് വാങ്ങി മോചിപ്പിക്കാൻ തനിക്ക് സാധ്യമല്ല, അതിനുള്ള കഴിയില്ല, അതിൻ്റെ ക്യാഷോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം കല്യാണം വേണ്ട, ഞാൻ സ്വതന്ത്രനായി ജീവിക്കുകയാണ്, ഈ വിവാഹം അവസാനിപ്പിക്കാമെന്ന് അയാൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആ പെണ്ണിന് തീരുമാനിക്കാം. അങ്ങനെ ഇരിക്കെ ബരീറ എന്ന ഈ പെണ്ണിനെ, ഈ അടിമ സ്ത്രീയെ അവരുടെ യജമാനൻ മോചിപ്പിച്ചു. ബരീറയെ മോചിപ്പിച്ചു.
ബരീറ അതോടുകൂടി തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുഗീസുമായി കൊണ്ടുള്ള ഒരു വൈവാഹിക ബന്ധം തുടരാൻ താല്പര്യമല്ല. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാരണം എന്താ? ഒരു പക്ഷേ നല്ലൊരു ഭർത്താവായിരുന്നില്ല ആയിരിക്കാം മുഗീസ്. അതല്ലെങ്കിൽ അവർക്ക് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ടതൊന്നും മുഗീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഏതായിരുന്നാലും ബരീറയുടെ തീരുമാനം തൻ്റെ മുഗീസിനെ എനിക്ക് വേണ്ട എന്നുള്ളതായിരുന്നു. മുഗീസാവട്ടെ ബരീറയോട് അങ്ങേയറ്റം തൻ്റെ ഭാര്യയെ സ്നേഹിച്ച, തൻ്റെ ഭാര്യയില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു. കാരണം ബരീറ എന്ന പെണ്ണ് മുഗീസ് എന്ന ചെറുപ്പക്കാരനിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വഭാവം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്. മുഗീസിന് ഒരിക്കലും ആ തീരുമാനത്തെ അംഗീകരിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ നോക്കി, മദീനയിലെ തെരുവോരങ്ങളിൽ ബരീറ നടക്കുന്ന സമയത്ത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, മുഗീസ് പിന്നാലെ വരും. എന്നിട്ട് ബരീറയോട് പറയും, ബരീറ എന്നെ തിരിച്ചെടുക്കണം, എന്നെ ഒഴിവാക്കരുത്, നമ്മുടെ വൈവാഹിക ബന്ധം തുടരണം എന്ന് കരഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തെരുവുകളിലൂടെ അങ്ങനെ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരൻ അബ്ബാസ്. യാ അബ്ബാസ് അലാ തഅജബു മിൻ ഹുബ്ബി മുഗീസിൻ ബരീറത വമിൻ ബുഗ്ദി ബരീറത മുഗീസൻ. അബ്ബാസേ, ഈ മുഗീസിന് ബരീറയോടുള്ള സ്നേഹവും ബരീറക്ക് മുഗീസിനോടുള്ള ഈ വിരോധവും കണ്ടിട്ട് നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ, നിനക്ക് മനോവിഷമം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും അതിൽ ദുഃഖിച്ചു. മുഗീസിന്റെ വേദനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാവരേക്കാളും ദുഃഖിച്ചു. ആ കളങ്കമില്ലാത്ത സ്നേഹത്തെ റസൂൽ തിരിച്ചറിഞ്ഞു. ബരീറയെ അടുത്തേക്ക് വിളിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ബരീറയോട് പറഞ്ഞു, ബരീറ, നിനക്ക് അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൂടെ? ബരീറ തിരിച്ചു ചോദിക്കാണ്. ഒരു സ്വഹാബിയത്താണ് റളിയല്ലാഹു അൻഹ. അവർ തിരിച്ചു ചോദിച്ച, റസൂലേ അതഅ്മുറുനി അം തശ്ഫഅ? റസൂലേ, അങ്ങനോട് കൽപ്പിക്കുകയാണോ അതല്ല അങ്ങനോട് റിക്വസ്റ്റ് നടത്തിയതാണോ? അതെന്തേ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ വിശ്വാസികൾക്ക് സമിഅന വ അതഅന, അനുസരിച്ചു കൊള്ളണം, നിർബന്ധമാണ്. ഞാനൊരു മുസ്ലിമാണ്, പ്രവാചകരെ അങ്ങനോടൊരു കാര്യം കൽപ്പിച്ചാൽ ഞാനത് ധിക്കരിക്കൂല. അതുകൊണ്ട് എനിക്കറിയണം അങ്ങനോട് ഈ പറഞ്ഞതൊരു കൽപ്പനയാണോ, മതപരമായ ഒരു കൽപ്പനയാണോ, അതല്ല അം തശ്ഫഅ, താങ്കൾ ഒരു റിക്വസ്റ്റ് നടത്തിയതാണോ? ബരീറയുടെ വാക്ക് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ശാഫിഅ, ഞാൻ കൽപ്പിച്ചതൊന്നുമല്ല, മതപരമായി നിന്നോട് കൽപ്പിച്ചതല്ല, അള്ളാഹുവിൻ്റെ വിധി നിലനിൽക്കുന്നുണ്ട്, നിന്റെ ഇഖ്തിയാറാണ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുടരാം, തുടരാതിരിക്കാം, അതാണ് പടച്ചവൻ്റെ വിധി. പക്ഷെ ഞാൻ ആ മുഗീസിൻ്റെ സ്നേഹം കണ്ടപ്പോൾ, ആ മുഗീസിൻ്റെ കളങ്കമില്ലാത്ത നിന്നോടുള്ള ഇഷ്ടം കണ്ടപ്പോൾ, അനുരാഗം കണ്ടപ്പോൾ എനിക്ക് വിഷമം കൊണ്ട് നിന്നോട് ഞാൻ ശുപാർശ നടത്തുകയാണ്. ആ സമയത്ത് ബരീറ പറഞ്ഞു, ഫലാ ഹാജത ലി, എങ്കിൽ റസൂലേ എനിക്ക് അദ്ദേഹത്തെ വേണ്ട. എന്തോ കാരണമൊന്നും ബരീറ പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്നേഹത്തെ അറിയാത്ത മുരടനായ, പ്രണയത്തെ മനസ്സിലാക്കാത്ത ഒരാളെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. പ്രവാചകൻ സ്നേഹത്തെ അറിഞ്ഞതാണ്. ഞാനിത് പറഞ്ഞു വെച്ചത് നമ്മുടെ മക്കൾ, എൻ്റെ മുമ്പിലുള്ള യുവാക്കൾ, യുവതികൾ തിരിച്ചറിയണം, സ്നേഹം കളങ്കമില്ലാത്തതാവണം, അതിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ലോ, പരസ്പര ധാരണ വേണം, ഉത്തരവാദിത്വം വേണം, കമ്മിറ്റ്മെന്റ് വേണം. എങ്കിൽ മാത്രമേ സ്നേഹത്തിന് വില ഉണ്ടാവൂ. ഏതെങ്കിലും ഒരു പുതപ്പിന്റെ ഉള്ളിൽ മൊബൈൽ എടുത്തുകൊണ്ട് ആരും കാണാതെ ഒരു ഇരുട്ടത്ത് ആ മൊബൈലിലൂടെ തൻ്റെ ആ മറുപക്കലുള്ള പെൺകുട്ടിയോട്, ആൺകുട്ടിയോട് പരസ്പരം കിന്നാരം പറയലാണ് യഥാർത്ഥ സ്നേഹമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന് പിഴച്ചു. വഴിവക്കിൽ ആരും കാണാതെ ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവളുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നൽകി അവളുടെ മനം കവരലാണ്, അങ്ങനെയുള്ള നിമിഷങ്ങളാണ് യഥാർത്ഥ പ്രണയമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാം അവരോട് പറയും, കാപടതയാണത്, കാപട്യാണ്. ഇസ്ലാം പറയുന്ന ഒരു പ്രണയമുണ്ട്, സ്നേഹമുണ്ട്. വിവാഹിതരായ
വിവാഹപ്രായമെത്തിയ ഒരു ചെറുപ്പക്കാരന് സ്വാഭാവികമാണ് തൻ്റെ ജീവിതത്തിൽ ഒരു ഇണമാണമെന്ന ചിന്ത പ്രപഞ്ചത്തിലെ സൃഷ്ടാവിൻ്റെ വിധിയാണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവളുടെ സ്വഭാവത്തെ, വ്യക്തിത്വത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ്റെ സ്നേഹം കാപട്യമില്ലാത്തതാണെങ്കിൽ അവൻ കടന്നു വരണം. എന്നിട്ട് അവളുടെ വലിയിൽ നിന്ന്, വരൻ ആ പിതാവിൽ നിന്ന് അവളെ ചോദിക്കണം. ഇതാണ് കാപട്യമില്ലാത്ത സ്നേഹം. ഇതിനാണ് തൻ്റെ ഇടമെന്ന് പറയുക. ഇതാണ് ഇസ്ലാം പറഞ്ഞത്. ഒരു പെണ്ണും വഞ്ചിക്കപ്പെട്ടുകൂടാ. നിങ്ങൾ നോക്കി, ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരവും ലോകമൊട്ടുക്കും പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അറേഞ്ച്ഡ് വിവാഹവും ഇതൊന്നുമല്ലാത്ത ലവ് മാരേജോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്ന് പേര് പറയുന്ന കാര്യങ്ങളും തമ്മിൽ എടുത്തു നോക്കി, ഏറ്റവും കൂടുതൽ പിരിഞ്ഞു പോകുന്നതും തെറ്റിപ്പിരിയുന്നതും ഭീമമായ അളവിൽ 80%, 90%-ത്തിനൊക്കെ മുകളിലാണ് അത്തരം വൈവാഹിക ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നത്. എന്നാൽ ഇതേപോലെയുള്ള കൃത്യമായ പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങളിലൂടെ നാലാള് കാണെ ആളുകൾക്ക് മുമ്പിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുന്ന യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്നേഹത്തിന് ഈ പറഞ്ഞ പരാജയത്തിൻ്റെ ശതമാനം 20% താഴെയോ ആണ് അതിലെ പരാജയം. ഞാനിത് പറയുന്നത്, സ്നേഹമെന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, സ്നേഹമെന്ന് പറഞ്ഞാൽ അത് പരസ്പരം ആരും വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഭാര്യ വഞ്ചിക്കപ്പെടാൻ പാടില്ല, ഭർത്താവ് വഞ്ചിക്കപ്പെടാൻ പാടില്ല. കാരണം രണ്ടുപേരും തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാളെ സ്വീകരിക്കുകയാണ്. അവർ പരസ്പരം മനസ്സ് കൈമാറുകയാണ്, ശരീരം കൈമാറുകയാണ്. അവിടെ പരസ്പരം വഞ്ചനക്കുള്ള സാധ്യത ഇല്ലാതിരിക്കണം. നിങ്ങൾ നോക്കി, ഇവിടെയാണ് എന്താണ് ഉത്തരവാദിത്തങ്ങൾ, എന്താ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ? വിഷയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുക. എന്താ ഉത്തരവാദിത്തങ്ങൾ? രണ്ടുപേരുടെയും മനോനിലയും ശാരീരിക നിലയും അനുസരിച്ചാണ് ഇസ്ലാം ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞത്. സ്ത്രീയുടെ മനസ്സല്ല പുരുഷൻ്റെത്, പുരുഷന്റെ മനസ്സല്ല സ്ത്രീയുടേത്. ഉറപ്പല്ലേ? നമ്മുടെ ഭാര്യ നമ്മൾ പനിച്ചു കിടക്കുമ്പോൾ, നമുക്ക് രോഗം വന്ന് കിടക്കുമ്പോൾ നമ്മളെ പരിചരിക്കുന്ന നമ്മുടെ ഭാര്യ എത്രത്തോളമാണ് പരിചരിക്കുന്നത്? കൂടെ ഇരിക്കും, വേണ്ടതൊക്കെ നൽകും, മരുന്ന് നൽകും. നമുക്ക് ഒരല്പം നീ മാറിയിരുന്നേ എന്ന് പറയാൻ തോന്നുന്ന രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മളെ വല്ലാതെ പരിചരിക്കും. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ പരിചരണ കിട്ടിയില്ല, വേറെ എവിടെങ്കിലും പോയി പനിച്ചു കിടന്നാൽ മരുന്നൊന്നുമല്ല വേണ്ടത്, ആ പരിചരണമാണ് നമുക്ക് വേണ്ടത്. ഇനി നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ഭാര്യയാണ് പനിച്ചു കിടക്കുന്നതെങ്കിലോ? ഭാര്യ പറയും, നിങ്ങളെ ഞാൻ എങ്ങനെയൊക്കെ നോക്കുന്നത്, എന്നിട്ട് അത്ര ഒന്നും നിങ്ങൾ എന്നെ നോക്കുന്നില്ലല്ലോ, അങ്ങനെയൊന്നും എന്നെ പരിചരിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയാത്ത ഏതെങ്കിലും ഒരു ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ടോ? അത് പരാതി മാത്രമാണ്. ആ പരാതിക്ക് ഒരിക്കലും ഉത്തരം കിട്ടൂല. കാരണം അതിന് പരിഹാരമല്ല. കാരണം സ്ത്രീ വേറെയാണ്, പുരുഷൻ വേറെയാണ്. ഒരു സ്ത്രീയെപ്പോലെ സ്നേഹിക്കാനും ഒരു സ്ത്രീയെപ്പോലെ സഹിക്കാനും ഒരിക്കലും ഒരു പുരുഷന് കഴിയില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഒരു പുരുഷൻ അവൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ നോക്കി, ക്ഷമ, സഹനം, സ്നേഹം, ക്ഷമ, സഹനം, സ്നേഹം തുടങ്ങിയ സ്ത്രൈണ വികാരങ്ങളാണത്. അത് സ്ത്രീയിലുള്ളതാണ്. സ്ത്രീയെപ്പോലെ ഒരിക്കലും ഈ ഗുണങ്ങൾ പുരുഷനുണ്ടാവില്ല. ഇതൊരു ഉമ്മക്ക് നിർബന്ധമാണ്. ഒരു കുടുംബത്തിൻ്റെ ആന്തരിക സംരക്ഷണം, കുടുംബത്തിന് 2 തരം സംരക്ഷണങ്ങളാണ്. നമ്മുടെ കുടുംബത്തിന് ഇന്റേണലായി ലഭിക്കേണ്ട ഒരു സംരക്ഷണമുണ്ട്, നമ്മുടെ കുടുംബത്തിന് പുറത്ത് ലഭിക്കേണ്ട ഒരു സംരക്ഷണമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള സംരക്ഷണത്തിന് വേണ്ട വികാരങ്ങൾ സഹനമാണ്, ക്ഷമയാണ്, സ്നേഹമാണ്. ഇത് സ്ത്രീയിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, പെണ്ണാണ് വീട് ഭരിക്കേണ്ടത്, പെണ്ണാണ് വീട്ടിനുള്ളിലെ ഭരണാധികാരി എന്ന് പറഞ്ഞത്. പെണ്ണാണ് ആ വീട് പരിചരിക്കേണ്ടത്, പെണ്ണിന് മാത്രമാണത് കഴിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കി, ഏതൊരു കുടുംബത്തിനും നേതൃത്വം വേണം, നിർബന്ധമാണ്. നേതൃത്വം വേണം. ഏതൊരു കൂട്ടായ്മക്കും നേതൃത്വം വേണം. ഈ കൂട്ടായ്മക്കൊരു നേതൃത്വമല്ലേ? മദ്രസയിൽ കലാലയങ്ങൾക്കൊരു നേതൃത്വമില്ലേ?
കുടുംബങ്ങൾക്കൊരു നേതൃത്വമില്ലേ? സമൂഹങ്ങൾക്ക്, രാഷ്ട്രത്തിന് ഒക്കെ ഒരു നേതൃത്വമുണ്ട്. തീർച്ചയാണ് കുടുംബത്തിനും ഒരു നേതൃത്വം വേണം. കുടുംബത്തിനൊരു സംരക്ഷണം വേണം. കുടുംബത്തിനൊരു ബലം വേണം. അതാര് നൽകും? അവിടെ സ്നേഹം, ഈ പറഞ്ഞ സ്ത്രൈണ വികാരങ്ങളെക്കാൾ കൂടുതൽ അവിടെ വേണ്ടത് മനോബലമാണ്. എന്തിനേയും നേരിടാനുള്ള മാനസിക കരുത്താണ്. രണ്ടാമത് ശാരീരിക കരുത്താണ്. ഇത് രണ്ടും സ്ത്രീയേക്കാൾ കൂടുതൽ കാണപ്പെടുന്നത് പുരുഷനിലാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് പുരുഷനെ പോലെ ആവാൻ കഴിയില്ല. ഒരു പുരുഷന് സ്ത്രീയെ പോലെ ആവാനും കഴിയില്ല. ആണും പെണ്ണൊക്കെ ഒന്നാണെന്നൊക്കെ വെറുതെ പറയാണ്. രണ്ടാണ്, രണ്ട് പ്രകൃതമാണ്, രണ്ട് സ്വഭാവമാണ്, രണ്ട് വ്യക്തിത്വമാണ്. ആണിന് കഴിയുന്നതൊന്നും പെണ്ണിന് കഴിയൂല, പെണ്ണിന് കഴിയുന്നല്ലോ ആണിനും കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിൽ രാത്രിയാകുമ്പോൾ പോലീസ് പട്രോളിംഗ് ഉണ്ടാവും. അറബിയിൽ ആസസ് എന്നൊക്കെ പറയാറുണ്ട്. പട്രോളിംഗ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ നടക്കും. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ കുറച്ച് മോശം പ്രവണതകൾ കാണപ്പെടുന്നു. അതുകൊണ്ട് നൈറ്റ് പട്രോളിംഗ് ഒന്ന് ശക്തമാക്കണമെന്ന് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ട് അവിടുത്തെ കാലിക്കറ്റ് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം കൊടുത്തു. ബീച്ചിൻ്റെ സൈഡിലൊക്കെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം. അങ്ങനെ സ്വാഭാവികമായി 2-3 വണ്ടി പോകുന്നതിന് പകരം ഒരു 4-5 വണ്ടി പോലീസുകാരങ്ങോട്ട് പറഞ്ഞയച്ചു. സ്വാഭാവികം അതിൻ്റേതായ മാറ്റങ്ങൾ അവിടെ കാണും. ഇപ്പം തീരുമാനിച്ചു, ആണും പെണ്ണൊക്കെ ഈക്വലാണല്ലോ, ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് പട്രോളിങ്ങിന് പോണ പോലീസ് പിങ്ക് പോലീസ് ആവട്ടെ, പെൺ പോലീസ് ആവട്ടെ എന്ന് തീരുമാനിച്ചു. നിങ്ങളൊന്ന് വിചാരിക്കുക, ഒരു പുരുഷൻ ആ സാമൂഹികമായ അവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെ സ്ത്രീയായി ജനിച്ച ഒരു പോലീസുകാരിക്ക് ഒരിക്കലും കഴിയില്ല. നേരെ തിരിച്ചാ സംഭവിക്കുക. വേറെ ഉദാഹരണം പറയാം. ക്ലാസ്സിൽ പുരുഷന്മാരായ അധ്യാപകരുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് അടക്കവും ഒതുക്കവും കൂടുതലായിരിക്കും. ലേഡീസ് ടീച്ചേഴ്സ് ആണെങ്കിൽ അത് കുറച്ച് കുറയും. ഇതൊരു പരമയാഥാർത്ഥ്യമാണ്. ഇത് ഇസ്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഒരു പുരുഷന്റെ ഈ മനോബലവും ശാരീരിക ബലവും ആവോളം വേണ്ടത് എന്തിനാണ്? കുടുംബത്തിന്റെ നേതൃത്വത്തിനാണ്. അതുകൊണ്ട് പുരുഷനാണ് കുടുംബത്തിന്റെ നേതൃത്വം. നിങ്ങൾ പ്രകൃതിയിലേക്കൊന്ന് നോക്കി. ഒരു ആനകളുടെ ഒരു കൂട്ടം പോവുകയാണ്. ആനകളുടെ ഒരു കൂട്ടം. ആ കൂട്ടത്തിന് നേതൃത്വം നൽകാൻ മുമ്പിലുണ്ടാകും ഒരു കൊമ്പൻ. ഏതെങ്കിലും ഒരു പിടിയാന ഒരു ആനക്കൂട്ടത്തിന് നേതൃത്വം നൽകുന്ന നിങ്ങൾ കണ്ടണോ? ഇല്ല, കൊമ്പനാണത് സാധിക്കുക. കാരണം ആൺവർഗത്തിന് അല്ലാഹു നൽകിയ ചില പ്രത്യേകതയുണ്ട്. നിങ്ങൾ വാനരക്കൂട്ടത്തെ, കുരങ്ങന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കുരങ്ങന്മാരെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പം, ഏതെങ്കിലുമൊക്കെ യാത്രകൾ നടത്തുമ്പം നമ്മൾ ഈ കുരങ്ങന്മാർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ പരിസരത്ത് ഒരാളങ്ങനെ മാറിയിരിക്കുന്നത് കാണാം. അയാൾ നിങ്ങൾ എന്ത് കൊടുത്താലും മൈൻഡ് ചെയ്യൂല, അയാൾ നോക്കൂല. അയാൾക്ക് വേറെ ഡ്യൂട്ടിയാണ്. അയാളുടെ ഡ്യൂട്ടി എന്താ അറിയോ? നിങ്ങളിൽ നിന്ന് ഈ കാണുന്ന ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കുന്ന ഓരോ കുഞ്ഞിനെയും പെണ്ണിനെയും, ആ കൂട്ടത്തിലെ ആണും പെണ്ണുമായിട്ടുള്ള ഓരോ അംഗത്തെയും സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. എന്തെങ്കിലും ഒരു അപകടം മണത്താൽ ആദ്യം ഇടപെടുക അവനായിരിക്കും. ഇതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യകുലത്തെക്കുറിച്ച് പറഞ്ഞപ്പം വിശുദ്ധ ഖുർആനിന്റെ വാചകം നോക്കി, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, തീർച്ചയായും പുരുഷന്മാരെ അല്ലാഹു സ്ത്രീകൾക്കുമേൽ അധികാരമുള്ളവരാക്കിയിട്ടുണ്ട്. ബിമാ ഫളലല്ലാഹു ബഅദുഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അല്ലാഹു ചിലരേക്കാൾ ചില ഗുണങ്ങൾ കൊണ്ട് പ്രത്യേകമാക്കുക എന്നുള്ളത് പടച്ചവന്റെ രീതിയാണ്. അവർ അവരുടെ സമ്പത്ത് ചിലവഴിക്കുന്നവരുമാണ്. ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ സഹോദരിമാരെ. എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഈ കുടുംബനാഥനായ ഈ ഭർത്താവിനാണ്. ഒരു കോളേജ് ആവുമ്പം അധ്യാപകർ, ഒരു സ്കൂളാവട്ടെ, അധ്യാപകർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകും, പ്രിൻസിപ്പൾക്ക് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ അധ്യാപകരുടെ താല്പര്യത്തോട് യോജിച്ചു പോവണമെന്നില്ല പ്രിൻസിപ്പളുടെ താല്പര്യം. പ്രിൻസിപ്പൾ ഒരു തീരുമാനം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഹെഡായിട്ടുള്ള ഒരാൾ ഒരു തീരുമാനം പറഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളത് അവിടുത്തെ മറ്റധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്, വ്യക്തിപരമായി അവർ അതിനെതിരാണെങ്കിലും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രകൃതി അങ്ങനെയാണ്. ഭരണാധികാരങ്ങൾ നോക്കി, പാർട്ടികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി, സാമൂഹികമായ
കൗടുംബികമായ, സാമൂഹികമായ, രാഷ്ട്രസംബന്ധിയായ വിഷയങ്ങളിലൊക്കെയും നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ളത് അതിവിടെ നടന്നിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല, അരാജകത്വം ഉണ്ടാകും. അവിടെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമല്ലാത്ത ഒരു കാര്യം, അല്ല ചെയ്യരുതെന്ന് പറയാത്ത, ചെയ്യരുത് എന്ന് അല്ല അങ്ങനെ പറയാത്ത ഏതൊരു കാര്യവും, ഒരു സ്ത്രീയുടെ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ, കുടുംബത്തിലെ നാഥൻ ഒരു കാര്യം പറഞ്ഞാൽ, അത് ആ കുട്ടി അനുസരിക്കണം, മകൾ അനുസരിക്കണം, ആ വീട്ടിലെ ഓരോ ആണും പെണ്ണും ഭാര്യയും അടക്കമുള്ള എല്ലാവരും അനുസരിക്കണം. ഇത് ഉത്തരവാദിത്തമാണ്. ഭർത്താവ് പറയാണ് അങ്ങോട്ട് പോവണ്ട, പോയാൽ എന്താണ്? ചിലപ്പോൾ ഭർത്താവിൻ്റെ സംശയമായിരിക്കും, ശരിയാണ്. ചിലപ്പോൾ അയാൾ ആ വിഷയത്തെക്കുറിച്ച് കുറച്ച് വേറെ രൂപത്തിൽ പെരുമാറുന്ന ആളായിരിക്കും. പക്ഷെ അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. അയാൾ പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ നന്മ. എന്നിട്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്നേഹത്തിൽ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പെണ്ണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനം, വലിർരിജാലി അലൈഹിന്ന ദറജ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതാണ്. ഇനി നോക്കി, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹ. ഇനി ഒരു വീട്ടിലേക്ക് വന്നാലോ, പെണ്ണ് അവളാണ് അവളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുമംറഅത്തുൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് മരിച്ചു, ഒരു ഭർത്താവ് അവൾ മരിച്ച സമയത്ത് അവളെക്കുറിച്ച് ആ ഭർത്താവിന് തൃപ്തിയുണ്ടെങ്കിൽ അവൾ സ്വർഗത്ത് പ്രവേശിച്ചു. എന്താ ഈ തൃപ്തി എന്ന് പറഞ്ഞാൽ? എന്താ തൃപ്തി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യ എന്നെ വിട്ടു പിരിഞ്ഞാൽ, എൻ്റെ മനസ്സ് എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ അസാന്നിധ്യം എൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ ഒരു വിളി കേൾക്കാത്തത് കൊണ്ട് ഞാൻ അസ്വസ്ഥനാണെങ്കിൽ, അവളുടെ സാന്നിധ്യത്തെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഏറ്റവും അനാഥനാകുന്നത് ഉമ്മ മരിച്ചാലാണോ? അല്ല. ഉപ്പ മരിച്ചാലാണോ? അല്ല. ഒരാൾ യഥാർത്ഥത്തിൽ അനാഥനാകുന്നത് ഭാര്യ മരിക്കുമ്പോഴാണ്. ഭാര്യയേക്കാൾ നമ്മളോട് അടുത്ത് ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യജന്മം പ്രകൃതിയിൽ എവിടെയില്ല. ഉമ്മ പോലും നമ്മിൽ നിന്ന് അകന്നേ നിൽക്കാൻ പാടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എൻ്റെ ഉമ്മയല്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഉത്തരവാദിത്തമുള്ളത് എൻ്റെ ഉമ്മയോടാണ്. ഉമ്മ എന്ന സ്ഥാനം മഹനീയമാണ്, അത് വേറെ വിഷയമാണ്. പക്ഷെ എൻ്റെ ഭാര്യയോളം എന്നോട് അടുത്ത് നിൽക്കുന്ന, എൻ്റെ ഭാര്യയോളം എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള വേറെ ആരുമില്ല. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോയ അന്ന് മുതൽ എനിക്ക് ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ, അവൻ തൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടിരുന്നു, തൃപ്തിപ്പെട്ടിരുന്നു എന്നാണ്. സ്ത്രീകൾ വിചാരിക്കണം, ഞാൻ മരിച്ചാൽ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് എൻ്റെ ഭർത്താവിന് വിഷമമുണ്ടാവണം എന്നൊരു പെണ്ണ് തീരുമാനിച്ചാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഇനി നോക്കി, ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, സൂറത്തുൽ ബഖറ, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന. പുരുഷന്മാരെ, നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം പോലെ തന്നെ ഒരു സ്ത്രീയോട് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, റസൂൽ പറഞ്ഞ വാക്ക. എവിടെ പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക്? പ്രവാചകൻ മരിക്കാൻ ആയ സമയത്ത്, പ്രവാചകന്റെ അവസാന സമയങ്ങളിൽ, ഹജ്ജത്തുൽ വദാഇൽ, അതിനുശേഷവും പ്രവാചകൻ നിരന്തരമായി പറഞ്ഞ ഒരു വാചകമാണിത്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷന്മാരെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക. ഫഇന്നകും അഖത്തുമൂന ബിഅമാനില്ലാഹ്, അല്ലാഹുവിൻ്റെ കരാറുകൊണ്ടാണ്, അല്ലാഹു കൊടുത്ത വാക്കുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാന്റെ വാക്കാണ് അവർ നിങ്ങൾക്ക് ഹലാലായത്. എന്താ പറഞ്ഞേ? ഇതൊരു വാക്കാണ്. വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ചെയ്യേണ്ട ബാധ്യതയാണ്. സംരക്ഷണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സംരക്ഷണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വസ്ത്രമാവട്ടെ, പാർപ്പിടമാകട്ടെ, ഭക്ഷണമാകട്ടെ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്താ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും വൈവാഹിക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ വാക്ക്? മീസാഖൻ ഗലീളാന. എന്താ മീസാഖ് എന്ന് പറഞ്ഞാൽ? ദൃഢമായ കരാർ എന്നാണ്. മീസാഖ്
ഒരു വാക്ക് കൊടുത്താണ് നമ്മൾ. ഒറ്റക്ക് കൊടുത്ത വാക്കല്ല, 100 കണക്കിന് ആളുകളെ നമ്മൾ വിളിച്ചു കൂട്ടിയാണ്. അതിനു പുറമെ ആ പെണ്ണിൻ്റെ വലിയായ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച പെൺകുട്ടിയുടെ പിതാവിനെ നമ്മൾ വിളിച്ചു വരുത്തിയാണ്. അല്ലെങ്കിൽ അവരുടെ വലിയായിട്ടുള്ള രക്ഷാധികാരികളുടെ മുന്നിൽ നമ്മൾ കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങളുടെ മകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കളെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പെൺകുട്ടികളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് നമ്മൾ ആ മക്കളെ വളർത്തുന്നത്? ആ മക്കൾക്കുണ്ടാകുന്ന ഒരു ചെറിയ പ്രയാസം പോലും നമ്മുടെ മനസ്സിനെ എത്ര പ്രയാസപ്പെടുത്തുന്നുണ്ട്. ജീവൻ കൊടുക്കൂലേ നമ്മുടെ മക്കൾക്ക് വേണ്ടി? നമ്മുടെ ജീവൻ കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? നമ്മുടെ എല്ലാം കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? കോടികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ എൻ്റെ കോടികളും ട്രില്യണും ബില്യണുകളും ഞാൻ കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ മറുത്തു ചിന്തിക്കോ? കൊടുക്കൂലേ? നമ്മൾ എങ്ങനെ സ്നേഹിച്ച് വളർത്തിയ മോളാണത്. നമ്മൾ ആ മകൾക്കൊരു പ്രയാസമുണ്ടാകുന്നത്, ആ മകളുടെ കണ്ണ് നിറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ വളർത്തി താലോലിച്ചു കൊണ്ടുവന്ന നമ്മുടെ മകളെയാണ് നമ്മൾ ഒരുത്തൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവൻ പറയുകയാണ്, വാക്ക് പറയാ, നമ്മൾ കൊടുക്കുകയാണ് വാക്ക്. നിങ്ങളുടെ മകളെ, നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ മകളെ, അവളുടെ മനസ്സ്, അവളുടെ ശരീരം, അവളുടെ എല്ലാമെല്ലാം നിങ്ങളുടെ സംരക്ഷണത്തിലായിരുന്നു. അവളുടെ വസ്ത്രം നിങ്ങളുടെ സംരക്ഷണത്തിലായിരുന്നു. അവളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ സംരക്ഷണത്തിലായിരുന്നു. അവളുടെ പാർപ്പിടം എല്ലാം നിങ്ങളാണ് ഇതുവരെ നോക്കിയത്. ഇന്നിതാ ഇത്രയും ഈ കാണുന്ന ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഞാൻ പട്ടിണി കിടക്കുന്നത് വരെ അവൾ പട്ടിണി കിടക്കൂല. എനിക്ക് ഉടുതുണി ഉണ്ടാവാത്തത് വരെ അവൾക്ക് ഉടുതുണി ഇല്ലാതിരിക്കൂല. ഞാൻ പാർപ്പിടമില്ലാതെ മഞ്ഞുകൊള്ളുന്നത് വരെ അവൾ മഞ്ഞുകൊള്ളുകയില്ല. ഞാൻ സംരക്ഷിച്ചുകൊള്ളും, ഞാൻ ഏറ്റെടുത്തുകൊള്ളും. ഇത് വാക്കാണ്, എൻ്റെ റബ്ബിൻ്റെ പേരിൽ നൽകുന്ന വാക്കാണ്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിൻ്റെ പേരിലാണ് നിങ്ങൾ അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവാനും എഴുതക്കുന്ന പറഞ്ഞത്. അവാൻ എങ്ങോട്ട് പോവാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, പിന്നെ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവൾക്ക് ഓടിച്ചെന്നാൽ ആ വാപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ ഒരു ആങ്ങള അവിടെ ഇല്ല. അവളുടെ അവകാശം ആ വാപ്പയുടെ ശ്വാസം നിലക്കുന്നത് വരെ മാത്രമാണ്. ഓടിച്ചെല്ലാം, എന്തു പരാതിയും പറയാം. വാപ്പ ഇരുകൈയും നീട്ടി സ്വീകരിക്കും, ഒരു പ്രശ്നവുമില്ല വാപ്പാക്ക്. ആ വാപ്പ മരിക്കുമ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യം കുറഞ്ഞു. ഉമ്മ ഉണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം കുറഞ്ഞു, ആ ഓട്ടത്തിൻ്റെ വേഗത കുറഞ്ഞു. അവസാനം ആ ഉമ്മയും കൂടി യാത്ര പറഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ഒരു 2-3 ദിവസം നിന്നാൽ നാത്തൂൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ലജ്ജയാണ്. ആങ്ങളയോട് ആ സ്വാതന്ത്ര്യമില്ല, ഉമ്മയോടോ ഉപ്പയോടുള്ള സ്വാതന്ത്ര്യം ആ പെണ്ണിനില്ല. ആ പെണ്ണ് അനാഥയാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ചവളാണ്, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവളാണ്, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു വന്ന നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച പെണ്ണാണ്. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ, ഭയപ്പെട്ടുകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. കേവലം ഭാരം ചുമക്കാനും ഭക്ഷണം വിളമ്പാനുള്ള ഒരു സാധനം, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഒരു 10 മിനിറ്റ് പോയാൽ വലിയ പ്രയാസമല്ല എന്നാണ് പറയുന്നത്. ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ, ഏതായാലും കുറച്ചല്ലേ, ഇത് നഷ്ടമല്ലല്ലോ, ഒന്നും നഷ്ടപ്പെടാനല്ലോ. ഏതായിരുന്നാലും ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ കുറച്ച് സമയം അധികം എടുക്കണം, ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കുറേ നേരം ഇതിനു വേണ്ടി ഇരുന്നിടേ, എന്തൊക്കെ നിങ്ങളോട് പറയണം, കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇതൊക്കെ ഒരുക്കി വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് പറയാതെ പോയാൽ എൻ്റെ മനസ്സിന് പ്രയാസമാണ്. എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ, നന്മ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, നിങ്ങളിൽ ഉത്തമൻ ആരാണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ ഖൈറുക്കും ലി അഹ്ലി, കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ്. കുടുംബത്തോട് മാന്യത ഉള്ളവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യൻ. നാട്ടിൽ ഭയങ്കര മാന്യനായിരിക്കും, ആളുകളോട് നല്ല സ്വഭാവമായിരിക്കും, എല്ലാവരോടും ചിരിച്ച് വളരെ സജീവമായിരിക്കും. വീട്ടിൽ വന്ന അയാളുടെ സ്വഭാവം വേറെയായിരിക്കും, അയാളല്ല മാന്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഖൈറുക്കും ലി അഹ്ലി, മാന്യമായി കുടുംബത്തോട് പെരുമാറുന്നവനാണ്
മാന്യൻ. നമ്മൾ മാന്യനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളല്ല ഞാൻ മാന്യനാണോ എന്ന് പറയേണ്ടത്. നിങ്ങൾ എന്നെക്കുറിച്ച് എത്ര മാന്യനാണെന്ന് പറഞ്ഞാലും, ഒരു പ്രസ്ഥാനം ഞാൻ മാന്യനാണെന്ന് പറഞ്ഞാലും, ആര് സർട്ടിഫിക്കറ്റ് തന്നാലും ഞാൻ മാന്യനല്ല. എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് അത് പറയണം. എൻ്റെ ഭർത്താവ് മാന്യനാണ് എങ്കിലേ ഞാൻ മാന്യനാവും. അതുവരെ ഞാൻ മാന്യനല്ല. ഖൈറുക്കുല്ലി അഹ്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കെന്താ? റസൂലിനോട് വന്ന് ചോദിക്കണം, എന്താണ് പ്രവാചകന്റെ സ്വഭാവം? കാന ഖുലുഖുഹു അൽ ഖുർആൻ. നമ്മുടെ ഭാര്യമാരെ നമ്മളെ കുറിച്ച് പറയും, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അതൊന്നും പറയണ്ട, എൻ്റെ ഭർത്താവ് മാന്യനാണ് എന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ ഭാര്യ പറയൂല നമുക്ക് ഉറപ്പുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളി, നമ്മുടെ ജീവിതം നശിച്ച ജീവിതം. ഒരു സംശയവുമില്ല. നമ്മുടെ ഭാര്യ നമ്മളെക്കുറിച്ച് മാന്യനല്ല, അയാൾ മാന്യതല്ലാത്ത ഒരാളാണ്, നികൃഷ്ടനാണ് എന്ന് എൻ്റെ ഭാര്യ എന്നെ കുറിച്ച് ചിന്തിക്കും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും മറുത്ത് വേറൊന്നും ചിന്തിക്കണം. നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ എത്ര മോശപ്പെട്ട സ്ത്രീയാണെങ്കിലും ഭർത്താവ് മാന്യനാണെങ്കിൽ, ഭർത്താവിനോട് എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും നീചനാണ്, വൃത്തികെട്ടവനാണ്, മാന്യനാണെന്ന് മനസ്സുകൊണ്ട് പറയൂല. അതൊരു പെണ്ണ് പറയണമെങ്കിൽ അയാൾ അതിനർഹിക്കുന്ന അവസ്ഥയിൽ, നാട്ടുകാരെ മുമ്പ് പറയുന്നല്ല കേട്ടോ, മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ആളുകളുടെ മുമ്പിൽ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് മനസ്സുകൊണ്ട് ഒരു സ്ത്രീ അത് പറയുമെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നിങ്ങൾ നോക്കി, ഇനി ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് ഞാൻ പറഞ്ഞു വെച്ചു, ദീന നൽകുക. ഒരു മാറ്റവുമില്ല, മതം നൽകുക. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മക്കൾ കാണുന്നതും കേൾക്കുന്നതും നന്മയായിരിക്കണം. നിങ്ങൾ നോക്കി, ഒന്ന്, സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം, സ്നേഹം നൽകണം, സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം മാത്രമാണ്. അത് ആരോടൊക്കെയാണ്? ഞാൻ പറയുന്ന എല്ലാവർക്കും ബാധക. ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട്, മാതാപിതാക്കളോട് ഒക്കെയുള്ള സാധനം ഈ പറയുന്നത്. സ്നേഹം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഇദാ അഹബ്ബ റജുലു അഖാഹു ഫലിയുഖ്ബിർഹു അന്നഹു യുഹിബ്ബു. ഒരാൾ തൻ്റെ സഹോദരനെ ഇഷ്ടമുണ്ടെങ്കിൽ പറയണം ഇഷ്ടമുണ്ടെന്ന്. അത് ഇസ്ലാം പഠിപ്പിച്ച വലിയൊരു മാതൃകയാണ്. എനിക്ക് ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്, അയാളുടെ വ്യക്തിത്വം, സ്വഭാവം ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ, അയാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളോട് ഞാൻ പറയണമെന്ന ഉഹിബ്ബുക ഫില്ലാ. നമുക്ക് ആ സ്വഭാവം ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. നമ്മുടെ പണ്ഡിതന്മാരോട്, നാം ഇഷ്ടപ്പെടുന്നവരോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട് തുറന്നു പറയാൻ, ഇഷ്ടമുണ്ടെന്ന് പറയാൻ, വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട് പറയാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലൂടെ കടന്നുപോയ സ്വഹാബി, പ്രവാചകൻ മറ്റൊരു സ്വഹാബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ മൂന്നാമതൊരാൾ കടന്നുപോയി. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, എനിക്ക് അയാൾ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച, ആ അലംതഹു, അയാളോടുള്ള ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അലിംഹു, പോയി പറ, ചെന്ന് പറ. സ്വഹാബി വേക്കിൽ ചെന്നു, വിളിച്ചു നിർത്തി, ഉഹിബ്ബുക ഫില്ലാ, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉപ്പയോട്, മക്കളോട്, ഭാര്യയോടുള്ള സ്നേഹം തുറന്നു പറയണം, പ്രകടിപ്പിക്കണം. ഇഷ്ടമാണ് നിന്നെ, നിന്റെ സ്വഭാവത്തെ, നിന്റെ വ്യക്തിത്വത്തെ, നീ ചെയ്തതിനെ ഇഷ്ടമാണെന്ന നോട്ടത്തിലും നാവിലും പ്രകടനത്തിലും പ്രവൃത്തിയിലും ആ പെണ്ണിന് ബോധ്യപ്പെടണം, ആ ഭർത്താവിന് ബോധ്യപ്പെടണം, മക്കൾക്ക് ബോധ്യപ്പെടണം. എൻ്റെ ഉപ്പ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നവർക്ക് ബോധ്യമുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ഫാത്തിമത്തു ഖിത്അതു കബ്ദി, ഫാത്തിമത്തു. ബാപ്പ മക്കളെ കുറിച്ച് നല്ലത് പറയും. അത് ആരോടാ പറയാ? ഭാര്യയോടാ പറയാ. കടന്നുറങ്ങുമ്പോൾ തലയിണ മന്ത്രം പോലെ, ഓന് ഉഷാറട്ടോ, ഓനത് ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാഹ്. പക്ഷെ വാപ്പ ഒരിക്കലും മോനോട് ഇത് പറഞ്ഞിട്ടില്ല. വാപ്പ മോൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. ആ സ്നേഹം വേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ എന്ന ഉപ്പയെ നിങ്ങളൊന്ന് നോക്കി, അത്ഭുതല്ലേ ആ പ്രവാചകന്റെ ജീവിതം. ഫാത്തിമത്തു ഉമ്മു അബീഹ, ഫാത്തിമത്തു ഖിത്അത്തു മിനി, ഫാത്തിമ എൻ്റെ കരളാണ്, എൻ്റെ കരളിൻ്റെ കഷണമാണ്, എൻ്റെതാണ്. ഇത് ഫാത്തിമ കേൾക്കെയാണ് പറയുന്നത്. സൈനബു അഫ്ളലു ബനാതി, എൻ്റെ മോള് സൈനബ് എൻ്റെ പെൺകുട്ടികളിലെ ഏറ്റവും നല്ലവളാണ്. സൈനബിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു റളിയല്ലാഹു അൻഹ. സൈനബിനെ കുറിച്ച് റസൂല് പറഞ്ഞ, മോളെ കുറിച്ച് നല്ലത് പറയാ, ചീത്ത ഉണ്ടാവും പറയണ്ട, അത് ഉള്ളിൽ വെച്ചാളി. പക്ഷെ സ്നേഹമുണ്ടോ, മക്കളോട് നല്ല അഭിപ്രായമുണ്ടോ, അത് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുകയാണ്. അഖ്റ ഇബ്നു ഹാബിസ് അത്തമീമി, ഒരു കാട്ടറബി എന്നൊക്കെ പറയും പോലെ ഗ്രാമവാസിയായ ഒരു അറബിയാണ്.
കുറച്ച് ഓരോരോ എന്താ പറയുക, ദേശീയക്കാരനും ചാട്ടക്കാരനൊക്കെ ഈ സ്നേഹം തുടങ്ങിയ വികാരങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞ ഒരാളാണ്. അയാളെ മുമ്പിൽ വെച്ച് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ പ്രവാചകന്റെ പേരക്കുട്ടികൾ രണ്ടുപേരെ റസൂൽ ഇങ്ങനെ ചുംബിച്ചു. ആ രണ്ടുപേരിൽ ആരെയോ ഒരാളെ ചുംബിച്ചു. ആ സമയത്ത് അഖ്റ ഇബ്നു ഹാബിസ് തമീമി പറയുന്നുണ്ട്, ഇന്നലി ആശറത്തം മിനൽ വലദ്, എനിക്ക് 10 കുട്ടികളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, ഒരാളെപ്പോലും റസൂലെ ഞാൻ ഉമ്മച്ചിയില്ല. ഞാൻ ബാപ്പല്ലേ, ഞാൻ ഓലെ ഉമ്മച്ചാൽ ആ അഭിമാനമൊക്കെ അവിടെ പോകൂലേ, എൻ്റെ സ്ഥാനമൊക്കെ അവിടെ ഇടിഞ്ഞു പോകൂലേ എന്നൊക്കെയായിരിക്കും അയാളുടെ വിചാരം. ഇപ്പം റസൂൽ അയാൾ അങ്ങനെ അത്ഭുതത്തിൽ നോക്കി. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ, മൻ ലാ യർഹം ലാ യുർഹം, കാരുണ്യം കാണിക്കാത്തവൻ അല്ലാഹ് കാരുണ്യം കാണിക്കൂല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫാത്തിമയെ ഉമ്മ വെച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഫാത്തിമ വീട്ടിലേക്ക് വന്നാൽ ദഹബ ഇലൈഹാ വറഹബ ബിഹാ വഅജ്ലസഹാ വഖബ്ബലഹാ, ചെല്ലും, കൈപിടിക്കും, വിളിച്ചു കൊണ്ടുവന്നിരുത്തും, ഉമ്മ വെക്കും, വർത്തമാനങ്ങൾ പറയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. പ്രവാചകന്റെ സ്വഭാവമായിരുന്നു. പ്രായഭേദമില്ല ഉമ്മ കൊടുക്കാൻ മക്കൾക്ക് ഉമ്മ കൊടുക്കാൻ, മക്കളെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, മക്കളോട് സുഹൃത്തായി പെരുമാറാൻ വാപ്പക്ക് കഴിയണം. പണ്ടത്തെ കാലമല്ല, അപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. ഞാൻ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഫഅഖ്ബലൽ ഹസനു വൽ ഹുസൈനു. നിങ്ങൾ നോക്കി, വെള്ളിയാഴ്ച പള്ളി മിമ്പറിൽ പ്രവാചകൻ ഖുത്ബ നിർവഹിക്കുകയാണ്. പ്രവാചകന്റെ സംസാരം കേൾക്കാൻ പ്രഗത്ഭമതികളായ സ്വഹാബികളെല്ലാവരും സന്നിഹിതരാണ്, ആണും പെണ്ണുമായിട്ടുള്ളവരെല്ലാം. ആ സദസ്സിലേക്ക് പ്രവാചകൻ എന്ന വല്യുപ്പയുടെ ദൗർബല്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. പ്രവാചകൻ ഖുത്ബ നിർവഹിക്കുമ്പം അൽ ഹസനു വൽ ഹുസൈൻ ഫഅഖ്ബല, രണ്ടുപേരിങ്ങനെ കടന്നു വന്നു. അലൈഹിമാ ഖമീസാനി അഹ്മറാൻ, നീളക്കുപ്പായിട്ടിട്ടുണ്ട്, ചുവന്ന നീളക്കുപ്പായമാണ് ധരിച്ചിട്ടുള്ളത്. യഅസുറാനി വയഖുമാൻ, ചെറിയ മക്കളാ. വല്യുപ്പയുടെ ഖുത്ബ കേൾക്കാൻ വരികയാണ് പള്ളിയിലേക്ക്. വല്യുപ്പ ഖുത്ബ തുടങ്ങിയിട്ടുണ്ട്. യഅസുറാനി വയഖുമാൻ, നടന്നു പോകുമ്പോൾ കാലിടറി വീകും, ഈ ഡ്രസ്സിൽ തട്ടിയിട്ട് വീണ്ടും എഴുന്നേൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നറിയുമോ? ബുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫനസല, മിമ്പർ നട്ടിറങ്ങി, തൗഹീദ് പറയായിരിക്കും, ദീന് പറയായിരിക്കും, വലിയ പ്രശ്നം ചർച്ച ചെയ്യിക്കും. പക്ഷെ വല്യാപ്പ ഇറങ്ങി. ആ വലിയുപ്പ ചെന്നു, ആ മക്കളെ രണ്ടുപേരും ഇങ്ങോട്ട് എടുത്തു. ഫസഇദ ബിഹിമൽ മിമ്പറ, ആ രണ്ട് മക്കൾ എടുത്തിട്ട് മിമ്പറിൽ ഇങ്ങോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, സ്വദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞത് എത്ര ശരിയാണ്. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഫിത്നയാണ്. എന്തിനാ മന്ത്രിമാർ ചീത്തപ്പേര് കേൾപ്പിച്ചത്? മക്കൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് വലിയ വലിയ സ്ഥാനവും മാനവും വ്യക്തിത്വമുള്ള ആളുകൾ മോശക്കാരാണെന്ന പേരുദോഷം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വരുത്തിവെച്ചത്? മക്കൾക്ക് വേണ്ടിയാണ്. വീണുപോകുകയാണ്, ദൗർബല്യമാണ്, ഫിത്നയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, റഅയ്തു ഹാദൈൻ, എൻ്റെ ഈ രണ്ട് മക്കളെ കണ്ടപ്പം ഫലമസ്ബിർ, എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അവരാ തടഞ്ഞു വീണ് വരുന്നത് കണ്ടപ്പം എനിക്ക് ഇവിടെ ക്ഷമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല, ഇറങ്ങിപ്പോയി എടുത്തു കൊണ്ടുവരികയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കളെയും പിടിച്ചുകൊണ്ട് ഖുത്ബ നിർവഹിച്ചു എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മിമ്പറിലാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ, നമ്മുടെ മിമ്പറിൽ നിന്നാണ് ആ ഖത്തീബ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ നമ്മൾ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കും? ഇനി എൻ്റെ വിഷയത്തിൻ്റെ ഈ ഒന്ന് സ്നേഹിക്കുക, രണ്ടാമത് പരിഗണിക്കുക. ഈ അത്തിനാ എന്ന് പറയും അറബിയിൽ, പരിഗണിക്കുക. എല്ലാവരും പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, അൻസിലുന്നാസ മനാസിലവും, ആളുകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. പരിഗണന ആരും ആഗ്രഹിക്കും, എല്ലാവരും അത് ഇഷ്ടപ്പെടും. പരിഗണിക്കുന്നുണ്ട് എന്ന് ഒരു കുട്ടി പോലും പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. എന്തേ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പം ഒന്നാമത്തെ കുട്ടിക്ക് അന്ന് വരെ അല്ലാത്ത അസുഖങ്ങൾ കൂടിയത്? കാലുവേദനയാണ്, വല്ലാതെ വേദന ഉണ്ട്, ഉബ്ബ കൈക്ക് വേദന ഉണ്ട്, ഇവിടെ ചൊറിയുന്നുണ്ട്, പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മൂത്ത കുട്ടി. അതെന്തിനാണെന്നറിയോ? അവന് കിട്ടേണ്ട പരിഗണന, അവൾക്ക് കിട്ടേണ്ട പരിഗണന നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആ കുട്ടിക്ക് തോന്നുമ്പം ഉപ്പയെ പരിഗണിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, തന്നെ പരിഗണിക്കാൻ വേണ്ടി പറയാണ്. ഈ പരിഗണനാ സ്വഭാവം ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്, ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കി, എല്ലാവരെയും പരിഗണിച്ചിരുന്നു, എല്ലാവർക്കും കൊടുക്കേണ്ട പരിഗണന കൊടുത്തിരുന്നു, ആളുകൾക്ക് സ്ഥാനം കൊടുത്തിരുന്നു. ഒരാൾക്കും റസൂലിനെ കുറിച്ച് ഒരു പരാതി പറയാനില്ല.
അതുകൊണ്ടാണ് ആ സൂറത്ത് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക. എന്താണ് ആയത്ത്? നിങ്ങൾ നോക്കി, അബസ വതവല്ല, അയാൾ മുഖം ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞു. അൻ ജാഅഹുൽ അഅമ, ആ അന്ധനായ വ്യക്തി അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നപ്പോ. ആ ആയത്ത് നമ്മളെ കുറിച്ചാണ്. എത്ര ആയത്ത് ഇറങ്ങാണ്ടാവും? ദിവസം ഒരു 100-100 ഇറങ്ങൂലേ? ജീവിതത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചതാണ്, ഒറ്റ പ്രാവശ്യം. എന്ത്? തൻ്റെ അടുക്കലേക്ക് സ്ഥിരം വരുന്ന ഒരാൾ, എപ്പോഴും കാണുന്ന ഒരാൾ, തൻ്റെ മുമ്പിൽ ദീന് പഠിക്കാൻ വേണ്ടി വന്ന മറ്റൊരു കൂട്ടർ, ഇദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കല്ലോ, ഇവരെ ഞാൻ ദീനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അദ്ദേഹം വന്നതിൽ, ആ സമയത്ത് വന്നതിൽ ഒരു ചെറിയ അനിഷ്ടം, അദ്ദേഹത്തോടുള്ള അനിഷ്ടമല്ല, ഇവരോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും മുഖം തിരിച്ചതാണ്. വേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല. ആയത്തിറങ്ങി, അബസ വതവല്ല, റസൂലേ അങ്ങേക്ക് ഇത് ചേരൂല, അങ്ങയുടെ സ്വഭാവത്തിന് ഇത് യോജിച്ചതല്ല, ഒരു നിലക്കും റസൂലേ അങ്ങ് ഈ സ്വഭാവത്തിന് ഉടമയാവരുത്. സ്വഭാവമല്ല. ഒരു ചെറിയ വീഴ്ചയെ പോലും എത്ര ശക്തമായാണ് ഇസ്ലാം തിരുത്തിയെന്ന് നോക്കി. അബൂ ഉമൈർ ചെറിയ കുട്ടിയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. പള്ളിയിൽ സ്ഥിരം വരുന്ന മക്കളിൽ ഒരു ചെറിയ മോൻ, ഒരു പൊടിമോൻ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചാ വരിക. പള്ളിയിലേക്ക് കുറച്ച് ദിവസം കാണുന്നില്ല. അമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അനസിനോട്, അനസേ എവിടെ അബൂ ഉമൈർ? നിങ്ങൾ നോക്കി, ആ മദീനത്തെ പള്ളിയിൽ ആരൊക്കെ വരാറുണ്ട്? VVIPകളുടെ സംഗമ കേന്ദ്രമാണ്. അതൊരു യൂണിവേഴ്സിറ്റിയാണ്. മദീനത്തെ പള്ളി ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതൊരു സൈനിക താവളമാണ്, സൈനിക കേന്ദ്രമാണ്, അതൊരു പാർലമെന്റാണ്, അതൊരു കോടതിയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ സമൂല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ ജനനിബിഡമാണ്, തിരക്കാണ്. പരിഗണിക്കപ്പെടേണ്ടവരായ സ്ഥാനമാനമുള്ള ഗോത്ര നേതാക്കന്മാരും ഭരണാധികാരികളും വരുന്ന പള്ളിയാണ്. ആ പള്ളിയിൽ അബൂ ഉമൈറിനെ കാണാനായിട്ട് റസൂൽ ചോദിച്ച്, അത് അനസ് ഇബ്നു മാലിക് പറഞ്ഞു, റസൂലേ അബൂ ഉമൈറിന്റെ കയ്യിൽ ഒരു കുരുവുണ്ടായിരുന്നു, അത് ചത്തുപോയി, അതിൻ്റെ വിഷമത്തിൽ പള്ളിയിലൊന്നും വരാതെ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കി, നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കി, നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ. ചെന്നു അബൂ ഉമൈറിനെ കണ്ടു. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, എന്തു പറ്റിയടാ, കുരുവി ചത്തോ? സാരമില്ല. ഇതാണ് പരിഗണന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. വീട്ടിലേക്ക് വരികയാണ്, 100-ൽ 100 മാർക്ക് വാങ്ങിയെന്ന് കുട്ടിക്ക് ഇങ്ങനെ എഴുതി കൊടുത്തിന് ഉസ്താദ് മദ്രസയിൽ നിന്ന്. 100-ൽ 100 ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതായിരിക്കും, ശരിയാണ്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓസ്കാറാണ്, അതൊരു നോബൽ പ്രൈസാണ്, ആ കുട്ടിയുടെ ജീവിതത്തിലെ വലിയ വിജയമാണ്. ഉപ്പ എനിക്ക് 100 മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അതാണ് ആ കുട്ടി. പിന്നീട് ആ പരിഗണന നമ്മിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ, ഉമ്മയിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ, ആ പരിഗണന ലഭിക്കുന്നിടത്തേക്ക് ആ മക്കൾ പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, പ്രശംസിക്കണം, ശാസിക്കണം, സ്നേഹിക്കണം, തെറ്റ് തിരുത്തണം. സ്നേഹിക്കാതെ തെറ്റ് തിരുത്തിയാൽ തിരുത്തൂല മക്കൾ. അധ്യാപകൻ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ വിളിച്ചു. കുട്ടി വന്ന തന്നെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടാ, അടി കിട്ടി, ഒരു കൂസലുമില്ല, ഒരു ഭാവവ്യത്യാസമില്ല, കൂളായി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പം അവൻ ഈ ചെയ്തത് അവന് ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനുണ്ട്, അയാൾ അറിഞ്ഞു, വിളിച്ചു വരുത്തി, തച്ചിട്ടൊന്നുമില്ല, ചോദിച്ചു, അനിഷ്ടം പ്രകടിപ്പിച്ചു. നീ ഇത് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു, നീ ഇത്തരക്കാരനാണല്ലേ എന്ന് പറഞ്ഞ അനിഷ്ടമായിട്ട് പ്രകടിപ്പിച്ചു. പോവാൻ പറഞ്ഞു, മുഖം തിരിച്ചു. കുട്ടി വീട്ടിൽ പോയി, ഭക്ഷണം കഴിക്കുന്നില്ല, കരച്ചിലായി. രക്ഷിതാവ് ഫോൺ എടുത്തു, അധ്യാപകനെ വിളിച്ചു. സാർ, നിങ്ങളാ പറഞ്ഞത് അവന് സഹിച്ചില്ല. എന്തുകൊണ്ട് സഹിച്ചില്ല? അതാണ് എൻ്റെ ചോദ്യം. ആദ്യം അധ്യാപകൻ അടിച്ചു, ചീത്ത പറഞ്ഞു, അത് അവനെ ബാധിച്ച വിഷയമല്ല. കാരണം ആ അധ്യാപകനിൽ നിന്ന് അടിയും ചീത്ത വിളിയും ഒരുപാട് കേട്ട് പരിചയമുണ്ട്. രണ്ടാമത്തെ അധ്യാപകനോ, അയാൾ കുറച്ച് വിപരീതനായിരുന്നു, വൈവിധ്യമുള്ളൊരു അധ്യാപകനായിരുന്നു, സ്നേഹിക്കാറുണ്ടായിരുന്നു, അവനെ കൂടെ നിർത്താറുണ്ടായിരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പം, അധ്യാപകരൊക്കെ ഒന്നിനും പറ്റാത്ത കുട്ടിയെന്ന് മാറ്റി നിർത്തിയപ്പം ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ സ്വകാര്യ ദുഃഖങ്ങളിൽ അവൻ്റെ കൂടെ നിന്നിരുന്നു, അവനോട് ഇഷ്ടമുണ്ട് എന്ന് അവനെ അറിയിച്ചിരുന്നു. അതാണ് കാരണം. അതുകൊണ്ട് ശാസന എന്നുള്ളത് പ്രശംസ ഉള്ളവർക്ക് മാത്രമുള്ളതാണ്. മക്കളെ പ്രശംസിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, പരസ്പരം ഭാര്യയും ഭർത്താവിനെയും എല്ലാവരെയും പരസ്പരം പ്രശംസിക്കുന്ന നാവുകൾക്കേ ശാസിച്ചിട്ട് ഫലമുള്ളൂ എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെ
സമാധാനമുള്ള ശാന്തിയുള്ള കുടുംബങ്ങളായി നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഈ വിഷയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഇതൊരു വിശാലമായ വിഷയമാണ്. കേൾക്കുക എന്നുള്ളതല്ല, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ദീനാവണം നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാനം. അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് അൽ ഫുർഖാൻ അറബിക് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പൾ എന്ന അർത്ഥത്തിലാണ്. ഞാനും എൻ്റെ കൂടെ അതേ കോളേജിൻ്റെ തന്നെ ഭാരവാഹിയായി ആ കോളേജിന് വേണ്ടി ഊണും ഉറക്കവും ഒക്കെ ഒഴിഞ്ഞ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന 10-25 വർഷത്തോളം ഇവിടെ നിങ്ങളിൽ ഒരാളായി ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമുണ്ടായിരുന്ന ജമാൽ മൂസ സാഹിബ്, വാണിബേൽ മൂസ മൗലവിയുടെ മകൻ ജമാൽ മൂസ സാഹിബ്, അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അദ്ദേഹം കൂടി ഇങ്ങോട്ട് ഈ മണ്ണിലേക്ക് വാഹനം കയറിയത് അല്ലെങ്കിൽ വിമാനം കയറിയത് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഞങ്ങളോട് ആദ്യം തന്നെ പറയാണ്, ഇങ്ങനെ ഒരു ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ലഭിച്ച് അതിൽ നിന്നൊരല്പം കൊണ്ട് ഞാനോ അദ്ദേഹമോ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു കൊണ്ട് വന്നതല്ല. എന്ത് ലഭിച്ചാലും അത് ഈ സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി, കേരള നൗത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ പ്രാദേശികമായ കേന്നം ഘടകത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അറബിക് കോളേജാണ് അൽ ഫുർഖാൻ അറബിക് കോളേജ്. ദീന് പഠിക്കുന്ന, മതം പഠിക്കുന്ന, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടി പഠിക്കുന്ന ഒരുപാട് കുട്ടികളുള്ള, ഒരുപാട് ആളുകൾക്ക് മതം പറഞ്ഞു കൊടുക്കുന്ന, ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് പോലും, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലും ഇതുപോലെയുള്ള അനേകം സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വന്നതുകൊണ്ടാണ്. KP മുഹമ്മദ് മൗലവി നമുക്കൊക്കെ അറിയില്ലേ, അദ്ദേഹം സ്ഥാപിച്ച കോളേജിലാണ് ഞാൻ പഠിച്ചത്. കുലിയത്തുൽ അൻസാർ അൽ അറബിയ, വളവന്നൂർ അൻസാർ അറബി കോളേജ്. അതുപോലെയുള്ള അനേകം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ നമ്മുടെ നാടിൻ്റെ ആത്മാവാണ്. അതുപോലെയുള്ള എൻ്റെ ഈ കോളേജ് അടക്കമുള്ള കോളേജുകൾ, ആ കോളേജുകളിൽ നിന്ന് പഠിച്ചു വരുന്ന മക്കളാണ് സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കുന്ന, ആളുകൾക്ക് നേർവഴി പകർന്നു കൊടുക്കുന്ന മക്കളായി കടന്നു വരുന്നത്. അത്തരം സ്ഥാപനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് നിങ്ങളോട് പറയുകയാണ്. നാളെ മറ്റന്നാൾ നമ്മുടെ സമൂഹം വഴികേടിലേക്ക് പോകുമ്പം വെളിച്ചം, സന്മാർഗത്തിൻ്റെ ഒരു തിരിയെങ്കിലും, ഒഴുക്കിനെതിരെ ഒരല്പമെങ്കിലും ആളുകൾ നീന്താൻ ബാക്കിയില്ലെങ്കിൽ നമ്മൾ വലിയ പരാജയത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ സ്ഥാപനത്തെ നിങ്ങൾ അറിയണമെന്നും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അത് സ്വീകരിക്കാൻ ജമാൽ മുസാഹിബ് ഇവിടെ ഉണ്ട്, അതുപോലെ ജാസിംക ഇവിടെ തന്നെ ഉള്ള ആളാണ്. ഇവരെയൊക്കെ നിങ്ങൾക്ക് സമീപിക്കാം ഏത് സമയത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെ അള്ളാഹു അതിൻ്റെ ഏറ്റവും നല്ല ഫലം നൽകി സമൂഹത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ്, ആ തൗഹീദിൻ്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ, പ്രവാചകൻ്റെ ചര്യയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി. അടുത്തതായിട്ട് ഈ പരിപാടിക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഖത്തർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സെക്രട്ടറിയും MGM യൂണിറ്റിന്റെ ഹെഡ് ഇൻചാർജുമായിട്ടുള്ള ഡോക്ടർ അഷീദ് സാഹിബിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി അമ്മാബാദ്. വളരെ സരസമായ രീതിയിൽ ഇവിടെ ക്ലാസ് എടുത്ത് സംസാരിച്ച നാദാപുരം അൽ ഫുർഖാൻ അറബിക് കോളേജ് വൈസ് പ്രിൻസിപ്പാളും, ഇവിടെ സൂചിപ്പിച്ച പോലെ അൻസാർ അറബിക് കോളേജിലെ മുൻ MSM യൂണിയൻ ഭാരവാഹി കൂടിയായിട്ടുള്ള അംജദ് അംസാരി അവറുകൾക്ക് സെൻറ്ററിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇവിടെ സൂചിപ്പിക്കാനുള്ള 1-2 വിഷയങ്ങൾ. അടുത്ത 14-ാം തീയതി വെള്ളിയാഴ്ച അഹിലൻ റമദാൻ എന്ന പേരിൽ നമ്മുടെ സെൻട്രൽ വളരെ വിപുലമായ രീതിയിൽ 2 പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം കൃത്യം 12:30 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അബ്ദുൽ അഹദ് മദനി, അഹമ്മദ് അനസ് മൗലവി, അംജദ് അൻസാരി എന്നിവർ അന്നേ ദിവസം അഹ്ലൻ റമദാൻ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതാണ്. അടുത്തതായി സൂചിപ്പിക്കാനുള്ള വിഷയം, വിവിധ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു വന്നതുപോലെ നമ്മുടെ 25ാമത് ഖുർആൻ വിജ്ഞാന പരീക്ഷ മാർച്ച് 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ നമസ്കാര ശേഷം
ഇവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്ക് തഫ്സീർ അമാനി മൗലവി ബേസ് ചെയ്ത് അധ്യായം 22 സൂറത്തുൽ ഹജ്ജ്, അധ്യായം 23 സൂറത്ത് അൽ മുഅ്മിനൂനിലും, സ്റ്റുഡൻസ് കാറ്റഗറിയിലുള്ളവർക്ക് തഫ്സീർ ഇബ്നു കസീർ അധ്യായം 67 സൂറത്തുൽ മുൽക്ക് ആസ്പദമാക്കി ഖുർആൻ വിജ്ഞാന പരീക്ഷ നടത്തപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഫെബ്രുവരി 13 തീയതി തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനം എന്ന വിഷയത്തിൽ അംജദ് അൻസാരി ഹിലാൽ സെൻട്രൽ വെച്ച് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നതാണ്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും MGMൻ്റെ പേരിലും ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫസ്റ്റ് പ്രൈസ് കഥാരചന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നത് ജുബീന അബൂബക്കറിന് ലഭിക്കുന്നു. സമ്മാനം നൽകുന്നതിനായിട്ട് MGM പ്രസിഡന്റ് അടുത്തതായിട്ട് സെക്കൻഡ് പ്രൈസ് റൻഷി മിസ്ബാഹ്